എല്ലാവർക്കും PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഇന്ന് പറയുന്നത് 2ാമത്തെ ചാപ്റ്ററാണ്, ആദ്യകാല രാഷ്ട്രങ്ങൾ. ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ പറയുന്നത് തിങ്കളമേട് സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികൾ സാംസ്കാരിക വിനിമയ പരിപാടിയുടെ മലയാള ഭാഷയിലുള്ള സംപ്രേഷണം കാണാൻ എല്ലാവരും കോൺഫറൻസ് ഹാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹെഡ് മാസ്റ്റർ കുറച്ച് സംസാരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമല്ല, ഈ ഒരു പരിപാടിയിൽ ഗ്രീസ്, ഇറാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലുള്ള പ്രതിനിധികളായിട്ട് കുറച്ച് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിൽ നമുക്ക് പഠിക്കാനൊന്നുമില്ല, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുവാണ്. അത് അടുത്തതായിട്ട് ഒരു ഒളിമ്പിക്സിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് വായിക്കാം. കൂട്ടുകാരെ, ഈ ചിഹ്നം നിങ്ങൾക്ക് പരിചിതമാണല്ലോ. ഇന്ന് ലോകം മുഴുവൻ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ്. ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിൽ ഉടലെടുത്ത ജനാധിപത്യം ഞങ്ങൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്. തെക്കുകിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട താഴ്വരകൾ, കുന്നുകൾ, ചെറുപർവ്വതങ്ങൾ തുടങ്ങിയ ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമാണ് എൻ്റെ രാജ്യം. ഗ്രീസിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു കുട്ടി പറയുന്നതാണ് ആ സമ്മേളനത്തിൽ. എന്താണ്? ഇന്ന് ലോകം മുഴുവൻ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ്. ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിൽ ഉടലെടുത്ത ജനാധിപത്യം ഞങ്ങൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്. തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട താഴ്വരകൾ, കുന്നുകൾ, ചെറുപർവ്വതങ്ങൾ തുടങ്ങിയ ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമാണ് എൻ്റെ രാജ്യം. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു 3 പോയിൻ്റാണുള്ളത്. പുരാതന ഗ്രീസിലാണ് ഒളിമ്പിക്സ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതൻസിലാണ് ജനാധിപത്യം എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ഫോം ചെയ്യുന്നത്. ഈ ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത് തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ് എന്നതാണ്. ഈ 3 പോയിൻ്റാണ് അവിടെ ഉള്ളൂ നമുക്ക് നോക്കാനുള്ളത്. ഒന്നുകൂടെ പറയാം. ഗ്രീസിലാണ് ഒളിമ്പിക്സ് ഫോം ചെയ്യുന്നത്. ഏതൻസിലാണ് ജനാധിപത്യം എന്ന ആ ഒരു വലിയ കൺസെപ്റ്റ് ഫോം ചെയ്യുന്നത്. പിന്നെ തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ആ പോയിൻറ്റ്സുകളാണ് പറയുന്നത്. ഇനി ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളെക്കുറിച്ചാണ്. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ. പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ. കൃഷിയും കച്ചവടവും വികസിച്ചതോടെ നഗരങ്ങൾ രൂപം കൊണ്ടു. കാലക്രമേണ ഒരു നഗരവും ചുറ്റുമുള്ള കുറേ ഗ്രാമങ്ങളും ഒത്തുചേർന്ന് നഗരരാഷ്ട്രങ്ങളായി രൂപം കൊണ്ടു. ഈ നഗരരാഷ്ട്രങ്ങൾ പോളിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒന്നുകൂടെ പറയാം. പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ. പിന്നെ കൃഷിയും കച്ചവടവും കൂടെ വികസിപ്പിച്ചപ്പോൾ ഈ ഗ്രാമങ്ങളുടെ അടുത്തൊക്കെ നഗരങ്ങൾ ഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു നഗരവും അതിനു ചുറ്റും കുറേ ഗ്രാമങ്ങളും കൂടി ചേർന്ന് നഗരരാഷ്ട്രങ്ങളായി രൂപാന്തരം പ്രാപിച്ചു. ഈ നഗരരാഷ്ട്രങ്ങളെയാണ് പോളിസ് എന്ന് പറയുന്നത്. പോളിസ് എന്ന് പറയുന്നത് എന്താണ്? ഈ നഗരരാഷ്ട്രങ്ങളെയാണ്. ഗ്രാമങ്ങളിൽ ആളുകൾ ജീവിക്കുന്നു, കച്ചവടവും കൃഷിയും കൂടിയപ്പോൾ ഈ ഗ്രാമങ്ങൾക്ക് ചുറ്റും നല്ല അടുത്തൊക്കെ എന്ത് ഫോം ചെയ്തു? നഗരങ്ങൾ ഫോം ചെയ്തു. അങ്ങനെ ഒരു നഗരവും പിന്നീട് അതിനു ചുറ്റും കുറേ ഗ്രാമങ്ങളും ഒത്തുചേർന്ന് നഗരരാഷ്ട്രങ്ങളെയാണ് പോളിസ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയുള്ള പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏതെല്ലാമാണെന്നാണ് ഇവിടെ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഇതിൽ ഗ്രീസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഗ്രീസ് നമ്മൾ പറഞ്ഞായിരുന്നു തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ്. യൂറോപ്പിൻ്റെ തെക്ക് കിഴക്കൻ ഭാഗത്താണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ നഗരരാഷ്ട്രങ്ങൾ, ഒരു നഗരവും അതിനു ചുറ്റും കുറേ ഗ്രാമങ്ങളും കൂടി ചേർന്നാണ് പോളിസ് എന്നറിയപ്പെടുന്ന നഗരരാഷ്ട്രങ്ങൾ ഫോം ചെയ്യുന്നത്. അതിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളാണ് കൊറിന്ത്,
തീബ്സ്, ഏഥൻസ്, സ്പാർട്ട. കൊറിന്ത്, തീബ്സ്, ഏഥൻസ്, സ്പാർട്ട. കൊറിന്ത്, തീബ്സ്, ഏഥൻസ്, സ്പാർട്ട. ഇത്രയുമാണ് പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ. കടലുകളോ ഉയർന്ന പർവ്വതങ്ങളോ പുരാതന ഗ്രീസിലെ ഈ നഗരരാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നു. അതിനാൽ ഓരോ നഗരരാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ഇക്കാരണത്താൽ ഒരു പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിലുണ്ടായിരുന്നില്ല. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏഥൻസും സ്പാർട്ടയുമായിരുന്നു. നമ്മൾ കേട്ടിട്ടുള്ള 2 നഗരരാഷ്ട്രങ്ങളുടെ പേരുകളാണ്. പക്ഷേ അതുകൂടാതെ ഒരു പുതിയത് വന്നിരിക്കുന്ന കൊറിന്ത്, തീബ്സ്. പുതിയ കേൾക്കുന്നത് കൊറിന്ത്, തീബ്സ് ആണ്. കൂടാതെ ഏഥൻസ്, സ്പാർട്ട. പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏഥൻസും സ്പാർട്ടയുമാണ്. ഇത് ഇങ്ങനെ ഓരോ നഗരരാഷ്ട്രങ്ങൾക്ക് ചുറ്റും ഒന്നുകിൽ കടലുണ്ടാകും അല്ലെങ്കിൽ ഉയർന്ന പർവ്വതങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ നഗരരാഷ്ട്രങ്ങൾ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഏഥൻസിനെ കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ട്, നോക്കാം. ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏഥൻസിലാണ്. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു. ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏഥൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തമുണ്ടായിരുന്നു. സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ തുടങ്ങിയവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. അതായത് ജനാധിപത്യം എന്ന് പറയുന്ന ഇതിൻ്റെ ആദ്യ രൂപം ഫോം ചെയ്യുന്നത് ഏഥൻസിലാണ്. പക്ഷെ അതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൗരത്വം ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് മാത്രമായിരുന്നു തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്, വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. അതിൽ പൗരത്വം പദവി ഉണ്ടാകാതിരുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്ക്, സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ ഇവർക്കൊന്നും പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ എന്നിവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല, അവർക്ക് വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നില്ല. പുരുഷന്മാർക്ക് മാത്രമായിരുന്നു അതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നത്. അത് ആ ഒരു ജനാധിപത്യത്തിൻ്റെ ഫോം ചെയ്യുന്ന ആ തുടക്കത്തിൽ അതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഏഥൻസിലാണ് ഫോം ചെയ്തത്. പെരിക്ലിസിൻ്റെ കാലത്താണ് ഏഥൻസിൽ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത്. പെരിക്ലിസിൻ്റെ കാലത്താണ് ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത്. ഏഥൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏഥൻസിലെ രാഷ്ട്രീയ സഭ അറിയപ്പെട്ടിരുന്നത് അസംബ്ലി എന്നാണ്. പെരിക്ലിസിൻ്റെ കാലത്താണെന്ന് ഓർത്തിരിക്കുക. അസംബ്ലി എന്ന് രാഷ്ട്രീയ സഭ അറിയപ്പെട്ടു. ഇനി മറ്റൊരു സവിശേഷതകൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതി ഉണ്ടായിരുന്നു. ഏഥൻസിൽ കലയ്ക്കും സംസ്കാരത്തിനും പ്രാധാന്യം നൽകിയിരുന്ന ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടായിരുന്നു. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഉണ്ടായിരുന്നു. ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ഏഥൻസിലുണ്ടായിരുന്നു. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം. ഈ 3 പോയിന്റും കറക്റ്റായിട്ട് പഠിക്കുക. കാരണം ഇതിങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുണ്ട്. ഏഥൻസിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. എന്നിട്ട് വേറൊരു പോയിന്റും കൂടെ ഇട്ട് തരാം. അപ്പോൾ ഏതൊക്കെയാണ്? കലാ, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നൊരു വിദ്യാഭ്യാസ രീതി ഉണ്ടായിരുന്നു. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ചെയ്യണമായിരുന്നു. പിന്നീട് ശക്തമായൊരു കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ഏഥൻസിൽ ഉണ്ടായിരുന്നു. ഇനി ഏഥൻസിലെ പൗരർ എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏഥൻസിൽ എല്ലാവരെയും പൗരരായി പരിഗണിച്ചിരുന്നില്ല. ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം, രക്ഷകർത്താക്കൾ ഏഥൻസുകാർ ആയിരിക്കണം എന്നിങ്ങനെയുള്ള നിബന്ധനകൾ ഉണ്ടായിരുന്നു. സ്വതന്ത്രനായ പുരുഷൻ എന്ന് പറഞ്ഞാൽ അന്ന് അടിമകളൊക്കെയുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെ അടിമയാകരുത്, സ്വതന്ത്രനായ പുരുഷനായിരിക്കണം. കൂടാതെ രക്ഷകർത്താക്കൾ ഏഥൻസുകാർ ആയിരിക്കുകയും ചെയ്യണം. അപ്പോൾ ആ 2 പോയിന്റ് അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അവിടെ പൗരത്വ പദവി ഉണ്ടായിരുന്നത്. സ്വതന്ത്രനായ പുരുഷനായിരിക്കണം, രക്ഷകർത്താക്കൾ ഏഥൻസുകാർ ആയിരിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളവർക്കാണ് ആ പൗരത്വ പദവി ഉണ്ടായിരുന്നുള്ളൂ. പെരിക്ലിസ് ഏഥൻസിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു പെരിക്ലിസ്. പെരിക്ലിസിൻ്റെ ഭരണകാലത്താണ് ഏഥൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ പ്രബലമായ സ്ഥാനം നേടിയെടുത്തത്. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതാകണം എന്നതായിരുന്നു പെരിക്ലിസിൻ്റെ ആശയം. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം. അതുകൊണ്ടാണ് പെരിക്ലിസിൻ്റെ സമയത്ത്
ജനാധിപത്യം എന്നത് ഉയർന്നു വന്നത്. പക്ഷേ പുരുഷൻ ഇങ്ങനെ ഈ ഒരു 2 കണ്ടീഷൻ വെച്ച് മാത്രമാണ് പൗരത്വ പദവി നൽകിയിരുന്നത്. ഒന്ന്, സ്വതന്ത്രനായ പുരുഷനായിരിക്കണം. സ്ത്രീകൾക്ക്, അടിമകൾക്ക്, വിദേശികൾക്കൊന്നും അവർ പൗരത്വ പദവി നൽകിയിരുന്നില്ല. പിന്നെ എന്താണ്, അച്ഛനും അമ്മയും രക്ഷകർത്താക്കൾ ഏതൻസുകാർ ആയിരിക്കണം. ആ 2 ഇത് വെച്ച് അവിടെ ഒരു ജനാധിപത്യം എന്നത് ഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം ഉള്ളതാകണമെന്ന് പെരിക്ലിസിൻ്റെ ആശയത്തിൽപ്പെടുന്നതാണ്. അടുത്തതാണ് സ്പാർട്ട. അപ്പോൾ ഏതൻസിനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് സ്പാർട്ട. സ്പാർട്ട ഏതൻസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്, ഗ്രീസിൻ്റെ, പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളാണ് സ്പാർട്ടയും ഏതൻസും. ഏതൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്പാർട്ടയെ കുറിച്ചാണ് പറയുന്നത്. ഏതൻസിൽ നിന്നും വ്യത്യസ്തമായി പ്രഭുഭരണമാണ് സ്പാർട്ടയിൽ നിലനിന്നിരുന്നത്. തൊട്ടടുത്തുള്ള നഗരരാഷ്ട്രങ്ങളായിരുന്നെങ്കിലും അതിനിടയിൽ കടലോ അല്ലെങ്കിൽ വലിയ പർവ്വതങ്ങളോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവ ഒറ്റപ്പെട്ട നിലയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതൻസിലൊരു ജനാധിപത്യ രാഷ്ട്രമായിരുന്നുവെങ്കിലും ഇവിടെ എന്താണ്, സ്പാർട്ടയിൽ പ്രഭുഭരണമായിരുന്നു. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനുള്ള വിദ്യാഭ്യാസം. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ, ഏതൻസിൽ എത്ര വർഷമായിരുന്നു? 2 വർഷത്തെ നിർബന്ധിത സേവനമായിരുന്നുവെങ്കിൽ ഇവിടെ 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. അടുത്തത് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏതൻസിൻ്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചു കീഴടക്കി. ഈ യുദ്ധങ്ങളാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏതൻസിൻ്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യമാണ് ആക്രമിച്ചു കീഴടക്കിയത്. ഇതാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെന്ന് അറിയപ്പെടുന്നു. എന്നാൽ പിൽക്കാലത്ത് ഏതൻസുമായി ശത്രുതയിലായിരുന്ന സ്പാർട്ടയുമായി സഖ്യത്തിലായിരുന്ന ചില നഗരരാഷ്ട്രങ്ങളും ചേർന്ന് ഏതൻസിനെ ആക്രമിച്ചു. പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെട്ട ഈ യുദ്ധത്തിൽ സ്പാർട്ട വിജയിച്ചു. പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെട്ട ഈ യുദ്ധത്തിൽ സ്പാർട്ടയാണ് വിജയിച്ചത്. അപ്പോൾ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം നടക്കുന്നത് ഗ്രീസുകാരെന്ന് പറയുമ്പോൾ ഏതൻസും സ്പാർട്ടയും ഒന്നിച്ച് സംയുക്ത സൈന്യമായിട്ട് പേർഷ്യൻ സാമ്രാജ്യത്തെയാണ് കീഴടക്കിയത്. അതാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം. പെലോപ്പൊനീഷ്യൻ യുദ്ധം എന്ന് പറയുന്നത് ഈ സ്പാർട്ട ഏതൻസിനെ യുദ്ധം ചെയ്യുന്നതാണ്. അതായത് ഏതൻസുമായി ശത്രുതയിലായിരുന്ന സ്പാർട്ടയുമായി സഖ്യത്തിലായിരുന്ന ചില നഗരരാഷ്ട്രങ്ങളും ചേർന്ന്. അപ്പോൾ സ്പാർട്ട മറ്റു കുറച്ച് നഗരരാഷ്ട്രങ്ങളെ കൂട്ടുപിടിച്ച് ഏതൻസിനെ ആക്രമിച്ചതാണ് എന്ത്, പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങൾ. ഇതിൽ സ്പാർട്ട വിജയിക്കുകയും ചെയ്തു. മാരത്തൺ ഓട്ടം. ഓക്കെ, ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലത്ത് ഏതൻസിൽ നിന്ന് 26 മൈലുകൾക്കപ്പുറത്തുള്ള മാരത്തണിൽ വെച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഏറ്റുമുട്ടി. യുദ്ധത്തിൽ ഗ്രീക്കുകാർ വിജയികളായി. വിജയവാർത്ത അറിയിക്കുന്നതിന് വേണ്ടി ഒരു സന്ദേശവാഹകനെ ഏതൻസിലേക്ക് അയച്ചു. അത്രയും ദൂരം ഓടിയെത്തി അയാൾ സന്തോഷത്തോടെ ആഹ്ലാദിക്കൂ, നമ്മൾ വിജയിച്ചു എന്ന് ആർത്തു വിളിച്ചു. എന്നാൽ ദീർഘദൂരം ഓടിയതിൻ്റെ ഫലമായി അയാൾ അപ്പോൾ തന്നെ മരണപ്പെട്ടു. ഈ ഓട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദീർഘദൂര ഓട്ടത്തിന് മാരത്തൺ ഓട്ടം എന്ന് പേര് നൽകിയിരിക്കുന്നത്. മാരത്തൺ. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം നടക്കുമ്പോൾ ഏതൻസിൽ നിന്ന് 26 മൈലുകൾക്കപ്പുറത്തുള്ള മാരത്തണിൽ വെച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഏറ്റുമുട്ടി. മാരത്തൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആ യുദ്ധത്തിൽ പേർഷ്യക്കാരും ഗ്രീക്കുകാരും ഏറ്റുമുട്ടുന്നു. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഗ്രീക്കുകാർ വിജയിച്ചപ്പോൾ ആ വിജയവാർത്ത പറയാൻ വേണ്ടി ഗ്രീസിലുള്ള ഒരാളെ ഏതൻസിലേക്ക് അയച്ചു. ഒരു സന്ദേശവാഹകനെ ഏതൻസിലേക്ക് അയച്ചു. അത്രയും ദൂരം ഓടിയെത്തി ആഹ്ലാദിക്കൂ, നമ്മൾ വിജയിച്ചു എന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ അയാൾ വീണു മരിച്ചു. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഓട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മാരത്തൺ ഓട്ടം എന്ന് പേര് നൽകിയിരിക്കുന്നത്.
ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലത്ത് ഏതൻസിൽ നിന്ന് 26 മൈലുകൾക്കപ്പുറമായിരുന്നു മാരത്തൺ. ആ 26 മൈലാണ് മാരത്തണിലേക്ക് പുള്ളി ഏതൻസിലേക്ക് ഓടിയത്. 26 മൈലുകൾ ഓടി. ഓക്കെ. അടുത്തത് ഹെറോഡോട്ടസും തൂസിഡൈഡ്സും. ഹെറോഡോട്ടസും തൂസിഡൈഡ്സും എന്താണെന്ന് നോക്കാം. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച കൃതിയാണ് ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന കൃതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെക്കുറിച്ചാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്. ലോകത്തെ ആദ്യത്തെ ചരിത്രകൃതിയാണിത്. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമുക്കറിയാവുന്ന, എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആരാണ്? ചരിത്രത്തിൻ്റെ പിതാവാണ് ഹെറോഡോട്ടസ്. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് ആണ് ഈ കൃതി രചിച്ചത്. ഏത് കൃതി? ദ ഹിസ്റ്ററീസ്. ഹെറോഡോട്ടസിൻ്റെ കൃതിയാണ് ഹിസ്റ്ററീസ്. ആ ഹിസ്റ്ററീസിൽ എന്താണ് പറയുന്നത്? ഗ്രീക്ക് പേർഷ്യൻ യുദ്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഗ്രീക്ക് പേർഷ്യൻ യുദ്ധം എന്താണെന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു. എന്താണ്? ഏതൻസും സ്പാർട്ടയും ഒന്നിച്ച് നിന്നുകൊണ്ട് പേർഷ്യക്കാരെ തോൽപ്പിക്കുന്ന ഒരു യുദ്ധമാണ്. അത് ആ ഒരു ഹിസ്റ്ററി പറയുന്നതാണ് ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ. അതിൽ ആരാണത് എഴുതിയത്? ദ ഹിസ്റ്ററീസ് ഹെറോഡോട്ടസ്, ചരിത്രത്തിൻ്റെ പിതാവ്. സ്പാർട്ടയും ഏതൻസും തമ്മിൽ നടന്ന പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് തൂസിഡൈഡ്സ് എന്ന ചരിത്രകാരൻ. അത് ഏതിലാണ്? ഹിസ്റ്ററി ഓഫ് ദ പെലോപ്പൊനീഷ്യൻ വാർ എന്നാണ് ഈ ചരിത്രകൃതിയുടെ പേര്. ഓക്കെ. പെലോപ്പൊനീഷ്യൻ യുദ്ധം എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സ്പാർട്ട കുറച്ച് നഗരരാഷ്ട്രങ്ങളെയും കൂടെ കൂട്ടുപിടിച്ച് ഏതൻസിനെതിരെ യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധമാണ് പെലോപ്പൊനീഷ്യൻ യുദ്ധം. സ്പാർട്ട ജയിക്കുകയും ചെയ്തു. അത് തൂസിഡൈഡ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് പുസ്തകത്തിൽ? ഹിസ്റ്ററി ഓഫ് ദി പെലോപ്പൊനീഷ്യൻ വാർ എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് ദി പെലോപ്പൊനീഷ്യൻ വാർ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാരുടേതാണ്? തൂസിഡൈഡ്സിൻ്റേതാണ്. അപ്പോൾ ഹെറോഡോട്ടസും തൂസിഡൈഡ്സും ആരാന്ന് മനസ്സിലായല്ലോ. ഒന്ന് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന പുസ്തകവും, അടുത്ത പെലോപ്പൊനീഷ്യൻ യുദ്ധത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഹിസ്റ്ററി ഓഫ് ദി പെലോപ്പൊനീഷ്യൻ വാർ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആൾക്കാരാണ് ഹെറോഡോട്ടസും തൂസിഡൈഡ്സും. അടുത്തത് കുറച്ച് ഗ്രീക്ക് ചിന്തകരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗ്രീക്ക് തത്വചിന്തകർ. പ്രധാനത്തെ ഗ്രീക്ക് തത്വചിന്തകരാണ് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. സോക്രട്ടീസ് അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകി. സോക്രട്ടീസ് അറിവാണ് നന്മ. സംവാദ രീതി, സോക്രാറ്റിക് മെത്തേഡിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതാണ് സോക്രട്ടീസ്. അറിവാണ് നന്മ. 2 പോയിൻ്റാണ്. അറിവാണ് നന്മ, പിന്നെ സംവാദ രീതിയിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അടുത്ത പ്ലേറ്റോ സോക്രട്ടീസിൻ്റെ ശിഷ്യനായിരുന്നു. അക്കാദമി എന്ന പഠനകേന്ദ്രം സ്ഥാപിച്ചത് ആരാണ്? പ്ലേറ്റോയാണ്. എപ്പോഴും നമുക്ക് അറിയാവുന്നൊരു ക്വസ്റ്റ്യനാണ്. അക്കാദമി എന്ന പഠനകേന്ദ്രം പ്ലേറ്റോയുടേതാണ്. റിപ്പബ്ലിക് എന്നത് പ്രധാന കൃതി. എപ്പോഴും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. റിപ്പബ്ലിക് എന്നത് പ്ലേറ്റോയുടെ കൃതിയാണ്. അക്കാദമി എന്ന പഠനകേന്ദ്രം സ്ഥാപിച്ചതും പ്ലേറ്റോയാണ്. അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്ന ആളായിരുന്നു അരിസ്റ്റോട്ടിൽ. ലൈസീയം എന്ന പഠനകേന്ദ്രം സ്ഥാപിച്ചതാണ് അരിസ്റ്റോട്ടിൽ. പൊളിറ്റിക്സ് എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റേതാണ്. ലൈസീയം എന്നത് അരിസ്റ്റോട്ടിലിൻ്റേതാണ്. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥം അദ്ദേഹത്തിൻ്റേതാണ്. ഇവിടെയോ അക്കാദമി എന്ന പഠനകേന്ദ്രം പ്ലേറ്റോയുടേതാണ്. റിപ്പബ്ലിക് എന്ന ഗ്രന്ഥം പ്ലേറ്റോയുടേതാണ്. അക്കാഡമിയും റിപ്പബ്ലിക്കും പ്ലേറ്റോ, ലൈസിയം പൊളിറ്റിക്സ് അരിസ്റ്റോട്ടിൽ. അടുത്തത് ഇലിയഡ്. പുരാതന ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്
ഹോമറിൻ്റെ ഇതിഹാസ കാവ്യങ്ങളായ ഇലിയഡ്, ഒഡീസി എന്നിവയിൽ നിന്നൊക്കെയാണ്. അതിൽ ഇലിയഡിനെ കുറിച്ചാണ് പറയുന്നത്. ഹോമറിൻ്റേതാണ് ഇലിയഡ്, ഒഡീസി എന്ന പുസ്തകങ്ങൾ. അതോർത്തിരിക്കുക. ഹോമറിൻ്റേതാണ് ഇലിയഡ്, ഒഡീസി എന്ന് പറയുന്ന പുസ്തകങ്ങൾ. ഇനി അതിലെന്താണെന്ന് നോക്കാം. ഇലിയഡ്. ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിൻ്റെ കഥയാണ് ഇലിയഡ്. ട്രോയ് നഗരവുമായുള്ള വർഷങ്ങൾ നീണ്ട യുദ്ധത്തിന് ശേഷവും ഗ്രീക്ക് സൈന്യത്തിന് വിജയിക്കാനായില്ല. അവർ ഒരു കൂറ്റൻ മരക്കുതിരയുണ്ടാക്കി. ഏറ്റവും മികച്ച പോരാളികളെ കുതിരയ്ക്കുള്ളിലാക്കിയ ശേഷം ട്രോയ് നഗരത്തിൻ്റെ വഴിയിൽ ഉപേക്ഷിച്ച് പിൻവാങ്ങി. തോൽവി സമ്മതിച്ച ഗ്രീക്കുകാർ നൽകിയ സമ്മാനമാണ് ആ മരക്കുതിരയെന്ന് ട്രോജന്മാർ കരുതി. വിജയലഹരിയിൽ ട്രോജന്മാർ മരക്കുതിരയെ വലിച്ച് നഗരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കുതിരയ്ക്കുള്ളിൽ നിന്നും ഭടന്മാർ പുറത്തിറങ്ങി. കടലിൽ ഒളിച്ചു കിടക്കുകയായിരുന്ന ഗ്രീക്ക് കപ്പലുകൾ ട്രോയിലേക്ക് ഇരച്ചു കയറി. പ്രഭാതത്തിൽ ട്രോയ് നഗരം നാമാവശേഷമായി തീർന്നു. അതാണ് ഇലിയഡ് എന്ന് പറയുന്ന കൃതിയുടെ ഒരു ചെറിയ ഭാഗം. ഗ്രീക്കുകാർ ട്രോയ് നഗരവുമായിട്ട് നടത്തിയ യുദ്ധത്തിൻ്റെ കഥയാണ് ഇലിയഡ്. ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിൻ്റെ കഥയാണ് ഇലിയഡ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ യുദ്ധം ചെയ്തെങ്കിലും ഗ്രീക്കിന് വിജയിക്കാനായില്ല, ട്രോയ് നഗരത്തിനെ തോൽപ്പിക്കാനായിരുന്നില്ല. പക്ഷേ തോക്കുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ ഗ്രീക്ക് സൈന്യം ചെയ്തത് എന്താണ്? ഒരു വലിയ മരക്കുതിര ഉണ്ടാക്കി അതിൽ കുറച്ച് പോരാളികളെ ആക്കി ട്രോയ് നഗരത്തെ കൊണ്ടുവന്ന് വെച്ചു. രാത്രിയായപ്പോൾ ഈ ട്രോയ് നഗരത്തിലുള്ള ജനങ്ങൾ ഓർത്തു ഇത് സമ്മാനമാണെന്ന് വിചാരിച്ച് നഗരത്തിലേക്ക് കൊണ്ടുപോയി. രാത്രിയായപ്പോൾ എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പടയാളികൾ ഇറങ്ങുകയും കടലിൽ ഒളിച്ചു കിടന്ന ഗ്രീക്ക് കപ്പലുകൾ ട്രോയിലേക്ക് ഇരച്ചു കയറി അവിടെ മുഴുവൻ നാമാവശേഷമാക്കി തീർത്തു. അപ്പോൾ ട്രോയ് നഗരവുമായി ബന്ധപ്പെട്ട കഥയാണ് ഇലിയഡ്. ഇലിയഡ് എഴുതിയത് ഹോമറാണ് ഇലിയഡ് എഴുതിയത്. മറ്റൊരെണ്ണാണ് ഒഡീസി. ഇലിയഡ്, ഒഡീസിയൊക്കെ ഹോമറിൻ്റെ കാവ്യങ്ങളാണ്. പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പേർഷ്യൻ നമുക്കറിയാം. ഇപ്പോൾ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇറാൻ്റെ പഴയ പേരാണ് പേർഷ്യ എന്ന് പറയുന്നത്. കൂട്ടുകാരെ, ഞങ്ങളുടെ രാജ്യമായ ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നതിനാൽ വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. പെർസെപോളിസ് ആയിരുന്നു ഈ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. നമ്മൾ പറഞ്ഞിരുന്നു, പോളിസ് എന്ന് പറയുന്നത് എന്താ? നഗരരാഷ്ട്രങ്ങളെയാണ് പറയുന്നത്. പെർസെപോളിസ് എന്നതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. പെർസെപോളിസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പേർഷ്യൻ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പെർസെപോളിസ്. ഓക്കെ. ഇനി എന്തെല്ലാം ഒന്ന് നോക്കാം. പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികളായിരുന്നു സൈറസ്, ദാരിയസ് ഒന്നാമൻ, സെർക്സിസ്. ഇമ്പോർട്ടൻ്റ് ആണ്. സൈറസ്, ദാരിയസ് ഒന്നാമനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. സെർക്സിസ് കേട്ടിട്ടില്ല. നോക്കാം. പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികളായിരുന്നു സൈറസ്, ദാരിയസ് ഒന്നാമൻ, സെർക്സിസ്. പേർഷ്യൻ ഭരണ സംവിധാനത്തെക്കുറിച്ച് പറയാം. ഭരണ സൗകര്യത്തിനായി വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സത്രപികളായി വിഭജിച്ചിരുന്നു. സത്രപി എന്ന് പറഞ്ഞ പ്രവിശ്യക്കാണ് പറയുന്നത്. അവിടെ അറിയപ്പെടുന്ന സത്രപി. നിരവധി, അതായത് ഭരണ സൗകര്യത്തിനായിട്ട് ആ ഒരു സാമ്രാജ്യത്തെ തന്നെ നിരവധി പ്രവിശ്യകളായിട്ട്, സത്രപികളായിട്ട് വിഭജിച്ചിരുന്നു. സത്രപ് എന്നറിയപ്പെട്ടിരുന്ന ഗവർണർമാരുടെ കീഴിലായിരുന്നു സത്രപികൾ. അവിടുത്തെ ഗവർണർമാരായിരുന്നു ആര്? സത്രപ്. സത്രപ്പ്മാർ രാജാവിൻ്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രപികളിൽ നടപ്പിലാക്കി. അപ്പോൾ രാജാവുണ്ട്, ആ രാജാവ് എന്താണോ പറയുന്നത് അത് സത്രപ്പ്മാർ എന്ത് ചെയ്യുന്നു? സത്രപികളിൽ നടപ്പിലാക്കുന്നു. അപ്പോൾ രാജാവുണ്ട്, അതിന് കീഴെ സത്രപ്പ്മാരുണ്ട്. അതായത് ഓരോ പ്രദേശങ്ങൾക്കും പ്രവിശ്യകൾക്കും എന്തുണ്ട്? ഗവർണർമാരുണ്ട്. ആ ഗവർണറിനെയാണ് സത്രപ് എന്ന് പറയുന്നത്. സത്രപി എന്ന് പറയുന്നത് ആ പ്രവിശ്യകളെയാണ്. അവർ
എല്ലാ നിയമങ്ങളും, രാജാവിൻ്റെ നിയമങ്ങളെല്ലാം അവിടെ നടപ്പിലാക്കിയിരുന്നു. അടുത്തത് സരതുഷ്ട്ര ദർശനം. സരതുഷ്ട്ര ദർശനം പേർഷ്യയിലാണ് സരതുഷ്ട്ര ദർശനം രൂപം കൊണ്ടത്. എന്താ അതെന്ന് നമുക്ക് നോക്കാം. സരതുഷ്ട്രയാണ് സ്ഥാപകൻ. സരതുഷ്ട്ര ദർശനത്തിൽ എന്താണ് പറയുന്നത്? പേർഷ്യയിലാണ്, സരതുഷ്ട്രയാണ് സ്ഥാപകൻ. അഹുര മസ്ദ എന്ന് വിളിക്കപ്പെട്ട ഏകദൈവത്തിൽ വിശ്വസിച്ചു. സെൻറ്റ് അവസ്ഥയായിരുന്നു മതഗ്രന്ഥം. സെൻറ്റ് അവസ്ഥ ഇപ്പം മനസ്സിലായി. സെൻറ്റ് അവസ്ഥയായിരുന്നു മതഗ്രന്ഥം. അഹുര മസ്ദ എന്നതായിരുന്നു ദൈവം. അഹുര മസ്ദ. സരതുഷ്ട്രയാണ് സ്ഥാപകൻ. സരതുഷ്ട്ര ദർശനം എന്ന് പറയുന്നത് ഒരു മതമാണ്. അതിൻ്റെ സ്ഥാപകൻ സരതുഷ്ട്രയാണ്. അഹൂര മസ്ദ എന്നത് അതിൻ്റെ ദൈവമാണ്, ഏകദൈവമാണ് അഹൂര മസ്ദ. സെൻറ്റ് അവസ്ഥ മതഗ്രന്ഥം. അപ്പോൾ പേർഷ്യയിലുള്ളതാണെന്ന് ഓർത്തിരിക്കുക. സരതുഷ്ട്ര ദർശനം എന്ന് പറയുന്നത് പേർഷ്യയിലാണ്. അഹൂര മസ്ദ എന്നത് ഏകദൈവമാണ്. സരതുഷ്ട്രയാണ് സ്ഥാപകൻ. സെൻറ്റ് അവസ്ഥ മതഗ്രന്ഥമാണ്. പേർഷ്യൻ സാമ്രാജ്യം കഴിഞ്ഞു. പേർഷ്യൻ സാമ്രാജ്യത്തിൽ പറഞ്ഞത് പെർസെപോളിസ് എന്ന് പറയുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതിന് പേർഷ്യൻ സംവിധാനത്തിൽ എന്താണ്? സത്രപ്പ്, രാജാവ്, ഇതെല്ലാം പറഞ്ഞു. സത്രപ്പ് ഗവർണറാണ്. പിന്നെ രാജാവ് ഉണ്ടായിരുന്നു. ഇത്രയും പേർഷ്യൻ ഭരണ സംവിധാനത്തെക്കുറിച്ചാണ്. പിന്നെ പേർഷ്യയിലെ ഭരണാധികാരികളായിരുന്നു സൈറസ്, ദാരിയസ് ഒന്നാമൻ, സർക്സിസ്. പിന്നെ ഇപ്പോൾ പറഞ്ഞത് സരതുഷ്ട്ര ദർശനം. ഇതൊന്നും പഴയ SCERT ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്ത പോയിന്റുകളാണ്, പുതിയ പോയിന്റുകളാണ്. ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, എന്നാലും പഠിച്ചു വയ്ക്കുക. സരതുഷ്ട്ര ദർശനം, അഹൂരമസ്ത എന്ന ദൈവം, സെൻ അവസ്ഥ എന്ന മതഗ്രന്ഥം. അടുത്ത് നമ്മൾ പറയുന്നത് റോമൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് ഒരു കുട്ടി പറയുന്നത് ഇങ്ങനെയാണ്. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് അലീന. എൻ്റെ നാടായ ഇറ്റലി റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായിട്ടാണ് റോമാ നഗരം കണക്കാക്കപ്പെടുന്നത്. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലം. എല്ലാ പാതകളും റോമിലേക്ക് എന്ന പ്രയോഗം തന്നെ ഈ സാമ്രാജ്യത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു. ആദ്യകാലത്ത് റോമിൽ രാജഭരണമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ കാലക്രമത്തിൽ പ്രജാതൽപരർ അല്ലാത്ത ഭരണാധികാരികൾക്കെതിരെ കലാപങ്ങൾ ഉയർന്നു വരികയും BCE 6-ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിക്കുകയും ചെയ്തു. തുടർന്ന് റിപ്പബ്ലിക് എന്ന പുതിയൊരു സംവിധാനം റോമിൽ നിലവിൽ വന്നു. പുരാതന റോമിൻ്റെ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു റിപ്പബ്ലിക്കിൻ്റെ ഉദയം. അപ്പോൾ റിപ്പബ്ലിക്കിൻ്റെ ഉദയം എവിടെയാണ്? റോമിലാണ്. ജനാധിപത്യത്തിൻ്റെ ഉദയം എവിടെയാണ്? ഏതൻസിലാണ്. റിപ്പബ്ലിക്കിൻ്റെ ഉദയം എവിടെയാണ്? റോമിലാണ്. അപ്പോൾ കൂടാതെ പറഞ്ഞിരിക്കുന്നത് എന്താ? റിപ്പബ്ലിക് എന്ന പുതിയ ആശയം നിലവിൽ വന്നു. BCE ആദ്യം രാജഭരണമായിരുന്നു, പിന്നീട് കലാപങ്ങളൊക്കെ വന്നു. BCE 6-ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിച്ചു. അത്രയേ ഉള്ളൂ അതിൽ പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നുമില്ല. റോമിൽ ആദ്യം രാജഭരണമായിരുന്നു. BCE 6-ാം നൂറ്റാണ്ടോടുകൂടി രാജഭരണം അവസാനിച്ചു. റിപ്പബ്ലിക് എന്ന ആശയം വന്നത് റോമിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞായിരുന്നു റിപ്പബ്ലിക് എന്ന ഗ്രന്ഥം ആരുടേതാണെന്ന്. റിപ്പബ്ലിക് എന്ന ഗ്രന്ഥം ആരുടേതാണ്? പ്ലേറ്റോയുടേതാണ്. അക്കാഡമി എന്ന സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനം ആരുടേതാണ്? പ്ലേറ്റോയുടേതാണ്. ഓക്കെ. മറ്റേ അരിസ്റ്റോട്ടിലിൻ്റെ പറഞ്ഞത് ലൈസിയം എന്ന സ്ഥാപനം അരിസ്റ്റോട്ടിലിൻ്റേതാണ്. ടെക്സ്റ്റ് അരിസ്റ്റോട്ടിലിൻ്റെ ടെക്സ്റ്റായിരുന്നു പൊളിറ്റിക്സ്. അപ്പോൾ റിപ്പബ്ലിക്കിൻ്റെ ഉദയം റോമിലാണ്. റിപ്പബ്ലിക് എന്ന ടെക്സ്റ്റ് പ്ലേറ്റോയുടേതാണ്. ഓക്കെ. ഇനി പറയുന്നത് ഇവിടെ ഒരു പടം കൊടുത്തിരിക്കുന്നത് ജൂലിയസ് സീസറിൻ്റേതാണ്.
നോക്കാം. റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൽ രാജാവിന് പകരം കോൺസൽ എന്നറിയപ്പെട്ടിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ഭരണ ചുമതല. റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനം വന്നു റോമൻ സാമ്രാജ്യത്തിൽ. അപ്പോൾ രാജാവിന് പകരം രാജാവിൻ്റെ ഭരണം അവസാനിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന ഇതിൻ്റെ പേര് ഭരണാധികാരി അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു കോൺസൽ. റോമിലായിരുന്നു കോൺസൽ. BCE 1-ാം നൂറ്റാണ്ടിൽ റോമൻ റിപ്പബ്ലിക്കിൻ്റെ കോൺസൽ പദവി വഹിച്ചിരുന്നതാണ് ജൂലിയസ് സീസർ. റിപ്പബ്ലിക്കൻ ഭരണരീതി അവസാനിപ്പിച്ചിട്ട് ഏകാധിപതിയായി അധികാരം കൈയടക്കി. അപ്പോൾ അവിടെ വെച്ച് തന്നെ റിപ്പബ്ലിക്കൻ ഭരണം അവസാനിച്ച് ഏകാധിപതിയായി ഭരണമൊക്കെ നേടിയെടുത്ത ആളാണ് ആര്? ജൂലിയസ് സീസർ. കോൺസൽ എന്നാണ് ആദ്യത്തെ കോൺസലായിരുന്നു അല്ലേ, ഫസ്റ്റ് കോൺസൽ പദവി വഹിച്ചിരുന്ന ആളാണ് ജൂലിയസ് സീസർ. റിപ്പബ്ലിക്കൻ ഭരണരീതി അവസാനിപ്പിച്ചു. ജൂലിയസ് സീസർ റോമിലാണ്. അഗസ്റ്റസിൻ്റെ ഭരണകാലത്ത് റോമൻ റിപ്പബ്ലിക്ക് പൂർണ്ണമായും റോമ സാമ്രാജ്യമായി മാറി. ഇതോടെ ചക്രവർത്തി പരമോന്നത ഭരണാധികാരിയായി മാറി. അഗസ്റ്റസിൻ്റെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക് എന്നുള്ളത് പൂർണ്ണമായിട്ടും റോമ സാമ്രാജ്യമായി മാറിയത്. ചക്രവർത്തി എന്നുള്ള സ്ഥാനം എന്തായി? പരമോന്നത ഭരണാധികാരി ചക്രവർത്തിയായി മാറുകയും ചെയ്തു. ഇനി റോമൻ സാമ്രാജ്യത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ട് നോക്കാം. യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു. ഇവിടേക്കായിരുന്നു യൂറോപ്പിലുണ്ടായിരുന്നു, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ ഫുള്ളില്ലായിരുന്നു. പടിഞ്ഞാറൻ ഏഷ്യയും വടക്കൻ ആഫ്രിക്കയും യൂറോപ്പും ഇതെല്ലാം റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. റോമൻ ചക്രവർത്തിമാർ പ്രിൻസെപ്പ് എന്നറിയപ്പെട്ടു. ആരാണ്? പ്രഥമ പൗരൻ. പ്രിൻസെപ്പ് എന്ന് പറഞ്ഞാൽ പ്രഥമ പൗരൻ. റോമൻ ചക്രവർത്തിയായിരുന്നു പരമോന്നത ഭരണാധികാരി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതറിയപ്പെട്ടിരുന്നത് പ്രിൻസെപ്പ്, അർത്ഥം പ്രഥമ പൗരൻ. പ്രിൻസെപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്നറിയപ്പെട്ടു. എന്താണ് ആ ഭരണ സംവിധാനം അറിയപ്പെട്ടത്? പ്രിൻസിപ്പേറ്റ്. അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം സ്ഥാപിച്ചത്. നമ്മൾ പറഞ്ഞായിരുന്നു അഗസ്റ്റസ് ആൻ്റെ കാലത്താണ് റോമൻ റിപ്പബ്ലിക്ക് പൂർണ്ണമായിട്ടും റോമൻ സാമ്രാജ്യമായിട്ട് അങ്ങോട്ട് മാറിയത്. ആ റോമൻ സാമ്രാജ്യത്തിലെ ആദ്യത്തെ ആളായിരിക്കും അപ്പോൾ അഗസ്റ്റസ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് പ്രിൻസിപ്പേറ്റ് എന്ന ഭരണ സംവിധാനം സ്ഥാപിച്ചത്. അഗസ്റ്റസ്. വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ സൈന്യമുണ്ടായിരുന്നു. വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ഒരു സൈന്യം റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. ഓർത്തിരിക്കേണ്ട പോയിൻ്റാണ് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് കിട്ടിയാലും ഈ ഒരു പോയിൻ്റ് SCRT ഒരു പോയിൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായൊരു സൈന്യം ഉണ്ടായിരുന്നു. ഓക്കെ, റോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞ്? എവിടെയെല്ലാമാണ് റോമൻ സാമ്രാജ്യം? യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ. പിന്നെ പറഞ്ഞ പോയിന്റ് പ്രിൻസെപ്പ്, അതായത് പ്രഥമ പൗരൻ ചക്രവർത്തിയായിരുന്നു പ്രിൻസെപ്പ്. പ്രിൻസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഭരണ സംവിധാനം. അപ്പോൾ ആ പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം ഫോം ചെയ്തത് ആരാണ്? അഗസ്റ്റസ് ആണ്. കൂടാതെ ഒരു പ്രത്യേകത, വേതനം കൈപ്പറ്റുന്ന ഒരു സൈന്യം, ശക്തമായ സൈന്യം അവിടെ ഉണ്ടായിരുന്നു. റോമൻ സാമ്രാജ്യം കുറച്ച് അധികം പഠിക്കാനുണ്ട്. റോമൻ്റെ സാംസ്കാരിക സംഭാവനകൾ നോക്കാം. ഭാഷ, സാഹിത്യം, കല, നഗരാസൂത്രണം തുടങ്ങിയ മേഖലകളിലെല്ലാം റോമിൻ്റെ സംഭാവനകൾ നിലനിൽക്കുന്നുണ്ട്. ജലവിതരണത്തിനായി നിർമ്മിക്കപ്പെട്ട കമാനാകൃതിയുള്ള കനാലുകളായ അക്വിഡക്റ്റുകളും വിശാലമായതും തുറന്ന വേദിയുള്ളതുമായ കൊളോസിയവും റോമൻ സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരിക സംഭാവനകളായിരുന്നു. എന്താണ് കൊളോസിയം? അതായത് ഒരു തുറന്ന വേദിയാണ് എന്തെന്ന് പറയുന്നത് കൊളോസിയം. പിന്നെ കനാലുകളാണ് അക്വിഡക്റ്റുകൾ. അക്വിഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ കനാലുകളാണ്, ജലവിതരണത്തിനുള്ള കനാലുകളും. പിന്നെ കൊളോസിയം എന്ന് പറയുന്ന ഒരു വിശാലമായ ഒരു തുറന്ന വേദിയാണ് കൊളോസിയം. ഇത് രണ്ടും റോമൻ സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരിക സംഭാവനകളാണ്. അക്വിഡക്റ്റിൻ്റെയും കൊളോസിയത്തിൻ്റെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അക്വിഡക്റ്റ് എന്ന് പറഞ്ഞാൽ കനാലാണ്, കൊളോസിയം എന്ന് പറയുന്നൊരു തുറന്ന വേദിയാണ്. ഇനി രാഷ്ട്രരൂപീകരണം ഇന്ത്യയിൽ നോക്കാം. സാംസ്കാരിക വിനിമയ പരിപാടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് വിവാൻ ആയിരുന്നു. വിവാൻ്റെ വിവരണം ശ്രദ്ധിക്കാം. അപ്പോൾ അടുത്തൊരു കൊച്ച് ഇന്ത്യയെക്കുറിച്ച് പറയുകയാണ്.
എന്താണ്, ഞാൻ വിവാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സിന്ധു നദിയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ നിലനിന്നിരുന്ന ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററിൽ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഏകദേശം 1500 BCയോടെ ആര്യന്മാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറുള്ള സപ്ത സിന്ധു പ്രദേശങ്ങളിൽ അധിവാസമുറപ്പിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ചർച്ച ചെയ്തതാണ്. അങ്ങനെ ഹാരപ്പൻ സംസ്കാരം തകർന്നു കഴിഞ്ഞപ്പോൾ ആരാണ് അവിടെ വന്നത്? ആര്യന്മാർ എവിടെ വന്നു? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറുള്ള സപ്ത സിന്ധു പ്രദേശങ്ങളിൽ അധിവാസമുറപ്പിച്ചു. അക്കാലത്ത് രചിക്കപ്പെട്ട വേദങ്ങളിൽ നിന്നാണ് ഇവരെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. വേദങ്ങൾ രചിക്കപ്പെട്ട ഈ കാലഘട്ടം വേദകാലം എന്നറിയപ്പെടുന്നു. പിൽക്കാലത്ത് ആര്യന്മാർ സപ്തസിന്ധു പ്രദേശത്ത് നിന്നും ഗംഗയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ എത്തിച്ചേർന്നു. സപ്തസിന്ധു പ്രദേശത്ത് നിന്ന് പിന്നീട് ആര്യന്മാർ എങ്ങോട്ടാണ്? ഗംഗയുടെയും അതിൻ്റെ പോഷക നദികളുടെയും തീരങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തവും ഉപയോഗവും കൃഷിയുടെ വ്യാപനത്തിനും ഉൽപ്പാദന വർധനവിനും കാരണമായി. മിച്ചോൽപാദനം കച്ചവട കേന്ദ്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. ഈ കച്ചവട കേന്ദ്രങ്ങൾ പിന്നീട് നഗരങ്ങളായി. ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ജനപദങ്ങൾ രൂപപ്പെട്ടു. അപ്പോൾ പെട്ടെന്ന് ഷോർട്ടായിട്ട് ഇന്ത്യയുടെ രാഷ്ട്രം രൂപീകരിച്ചത്, ഇന്ത്യ എന്ന രാഷ്ട്ര രൂപീകരണത്തെക്കുറിച്ച് പെട്ടെന്ന് ഷോർട്ടായിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കുവാണ്. എന്താണ്? ആദ്യം തന്നെ ഹാരപ്പൻ സംസ്കാരമായിരുന്നു. അത് സിന്ധു നദീതടത്തെ കേന്ദ്രീകരിച്ചാണെന്ന് നമ്മൾ പഠിച്ചു. ആ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയോടുകൂടി ആര്യന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്ത്യയിലേക്ക് എത്തി. അവരെവിടെയാണ്? സപ്ത സിന്ധു പ്രദേശങ്ങളിലായിട്ട് ജീവിച്ചു തുടങ്ങി. പിന്നീട് ആ സപ്തസിന്ധു പ്രദേശങ്ങളിൽ നിന്നും കുറച്ചുകൂടെ കയറി ഗംഗയുടെയും അതിൻ്റെ പോഷക നദികളുടെ ഭാഗങ്ങളിലേക്ക്, നദീതടത്തിലേക്ക് തന്നെ വീണ്ടും അവർ കയറി. പിന്നീട് ആ നദിയുടെയൊക്കെ, അതായത് ജലത്തിൻ്റെ ലഭ്യതയൊക്കെ അനുസരിച്ച് കാർഷിക ഉൽപ്പാദനം തുടങ്ങി. കാർഷിക ഉൽപ്പാദനത്തിൻ്റെ അളവ് വർദ്ധിച്ചപ്പോൾ അത് വിൽപ്പന കൈമാറ്റത്തിന് വേണ്ടി കാർഷിക കച്ചവട കേന്ദ്രങ്ങളുണ്ടാക്കി. ഈ കാർഷിക കച്ചവട കേന്ദ്രങ്ങൾ എന്താണ്? കേന്ദ്രങ്ങൾ, അങ്ങനെ കുറച്ച് കേന്ദ്രങ്ങളൊക്കെ ആകുമ്പോഴാണല്ലോ അതെന്തായി മാറുന്നത്? നഗരങ്ങളായിട്ട് മാറുന്നത്. ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് എന്തുണ്ടായി? ജനപദങ്ങൾ ഫോം ചെയ്തു. ജനപദങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. നോക്കാം ഇവിടെ എന്താണ്. അത് എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ഇവിടെ തുടങ്ങുന്നു. ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തവും ഉപയോഗവും. ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തവും ഉപയോഗം എന്തായി? കാർഷിക ഉൽപ്പാദനം ഉണ്ടാക്കാൻ സഹായിച്ചു. കാർഷിക ഉൽപ്പാദനത്തിൻ്റെ വർധനവുണ്ടായി. ഉൽപ്പാദന വർധനവ് വന്നപ്പോൾ അത് കൈമാറ്റത്തിന് വേണ്ടി കച്ചവട കേന്ദ്രങ്ങൾ ഫോം ചെയ്തു. കച്ചവട കേന്ദ്രങ്ങൾ എന്തായി? പിന്നീട് നഗരങ്ങളായി. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ജനപദങ്ങൾ ഫോം ചെയ്തു. ഇനി ആ ജനപദങ്ങളിൽ നിന്ന് മഹാജനപദങ്ങളിലേക്ക്. എന്താ ജനപദം എന്ന് പറയുന്നത്? ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ്. ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം. വിഭവങ്ങൾ ലഭ്യമായ ഇടങ്ങളിൽ കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തിയ ജനങ്ങൾ അവിടെ സ്ഥിരമായി താമസിച്ചു. ഇങ്ങനെയാണ് ജനപദങ്ങൾ രൂപപ്പെട്ടത്. 16 മഹാജനപദങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കമ്പോജം, ഗാന്ധാരം, മഗധ, അംഗം, വഞ്ചി, മല്ല, കാശി, വത്സ, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശൂരസേന, കുരു, മത്സ്യം. ഇതൊക്കെയായിരുന്നു മഹാജനപദങ്ങൾ. ജനങ്ങൾ താമസിച്ച സ്ഥലങ്ങൾ. അതാണ് ജനപദം. അതിൽ ഏറ്റവും മഹാജനപദങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് പ്രബല ശക്തികളായിരുന്നവരാണ് മഹാജനപദങ്ങൾ. അത് 16 എണ്ണമായിരുന്നു. 16 മഹാജനപദങ്ങളായിരുന്നു. ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ പറയുന്നത്, തിങ്കളമേട് സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികൾ സാംസ്കാരിക വിനിമയ പരിപാടിയുടെ മലയാള ഭാഷയിലുള്ള സംപ്രേഷണം കാണാൻ എല്ലാവരും കോൺഫറൻസ് ഹാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹെഡ് മാസ്റ്റർ കുറച്ച് സംസാരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമല്ല, ഈ ഒരു പരിപാടിയിൽ ഗ്രീസ്, ഇറാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലുള്ള പ്രതിനിധികളായിട്ട് കുറച്ച് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിൽ നമുക്ക് പഠിക്കാനൊന്നുമില്ല, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുവാണ്. അത് അടുത്തതായിട്ട് ഒരു ഒളിമ്പിക്സിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് വായിക്കാം.
കൂട്ടുകാരെ, ഈ ചിഹ്നം നിങ്ങൾക്ക് പരിചിതമാണല്ലോ. ഇന്ന് ലോകം മുഴുവൻ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ്. ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏഥൻസിൽ ഉടലെടുത്ത ജനാധിപത്യം ഞങ്ങൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്. തെക്കുകിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട താഴ്വരകൾ, കുന്നുകൾ, ചെറുപർവ്വതങ്ങൾ തുടങ്ങിയ ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമാണ് എൻ്റെ രാജ്യം. ഗ്രീസിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു കുട്ടി പറയുന്നതാണ് ആ സമ്മേളനത്തിൽ. എന്താണ്? ഇന്ന് ലോകം മുഴുവൻ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ്. ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏഥൻസിൽ ഉടലെടുത്ത ജനാധിപത്യം ഞങ്ങൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്. തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട താഴ്വരകൾ, കുന്നുകൾ, ചെറുപർവ്വതങ്ങൾ തുടങ്ങിയ ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമാണ് എൻ്റെ രാജ്യം. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു 3 പോയിൻ്റാണുള്ളത്. പുരാതന ഗ്രീസിലാണ് ഒളിമ്പിക്സ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏഥൻസിലാണ് ജനാധിപത്യം എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ഫോം ചെയ്യുന്നത്. ഈ ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത് തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ് എന്നതാണ്. ഈ 3 പോയിൻ്റാണ് അവിടെ ഉള്ളൂ നമുക്ക് നോക്കാനുള്ളത്. ഒന്നുകൂടെ പറയാം. ഗ്രീസിലാണ് ഒളിമ്പിക്സ് ഫോം ചെയ്യുന്നത്. ഏഥൻസിലാണ് ജനാധിപത്യം എന്ന ആ ഒരു വലിയ കൺസെപ്റ്റ് ഫോം ചെയ്യുന്നത്. പിന്നെ തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ആ പോയിൻറ്റ്സുകളാണ് പറയുന്നത്. ഇനി ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളെക്കുറിച്ചാണ്. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ. പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ. കൃഷിയും കച്ചവടവും വികസിച്ചതോടെ നഗരങ്ങൾ രൂപം കൊണ്ടു. കാലക്രമേണ ഒരു നഗരവും ചുറ്റുമുള്ള കുറേ ഗ്രാമങ്ങളും ഒത്തുചേർന്ന് നഗരരാഷ്ട്രങ്ങളായി രൂപം കൊണ്ടു. ഈ നഗരരാഷ്ട്രങ്ങൾ പോളിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒന്നുകൂടെ പറയാം. പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ. പിന്നെ കൃഷിയും കച്ചവടവും കൂടെ വികസിപ്പിച്ചപ്പോൾ ഈ ഗ്രാമങ്ങളുടെ അടുത്തൊക്കെ നഗരങ്ങൾ ഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു നഗരവും അതിനു ചുറ്റും കുറേ ഗ്രാമങ്ങളും കൂടി ചേർന്ന് നഗരരാഷ്ട്രങ്ങളായി രൂപാന്തരം പ്രാപിച്ചു. ഈ നഗരരാഷ്ട്രങ്ങളെയാണ് പോളിസ് എന്ന് പറയുന്നത്. പോളിസ് എന്ന് പറയുന്നത് എന്താണ്? ഈ നഗരരാഷ്ട്രങ്ങളെയാണ്. ഗ്രാമങ്ങളിൽ ആളുകൾ ജീവിക്കുന്നു, കച്ചവടവും കൃഷിയും കൂടിയപ്പോൾ ഈ ഗ്രാമങ്ങൾക്ക് ചുറ്റും നല്ല അടുത്തൊക്കെ എന്ത് ഫോം ചെയ്തു? നഗരങ്ങൾ ഫോം ചെയ്തു. അങ്ങനെ ഒരു നഗരവും പിന്നീട് അതിനു ചുറ്റും കുറേ ഗ്രാമങ്ങളും ഒത്തുചേർന്ന് നഗരരാഷ്ട്രങ്ങളെയാണ് പോളിസ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയുള്ള പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏതെല്ലാമാണെന്നാണ് ഇവിടെ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഇതിൽ ഗ്രീസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഗ്രീസ് നമ്മൾ പറഞ്ഞായിരുന്നു തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ്. യൂറോപ്പിൻ്റെ തെക്ക് കിഴക്കൻ ഭാഗത്താണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ നഗരരാഷ്ട്രങ്ങൾ, ഒരു നഗരവും അതിനു ചുറ്റും കുറേ ഗ്രാമങ്ങളും കൂടി ചേർന്നാണ് പോളിസ് എന്നറിയപ്പെടുന്ന നഗരരാഷ്ട്രങ്ങൾ ഫോം ചെയ്യുന്നത്. അതിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളാണ് കൊറിന്ത്, തീബ്സ്, ഏഥൻസ്, സ്പാർട്ട. കൊറിന്ത്, തീബ്സ്, ഏഥൻസ്, സ്പാർട്ട. കൊറിന്ത്, തീബ്സ്, ഏഥൻസ്, സ്പാർട്ട. ഇത്രയുമാണ് പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ. കടലുകളോ ഉയർന്ന പർവ്വതങ്ങളോ പുരാതന ഗ്രീസിലെ ഈ നഗരരാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നു. അതിനാൽ ഓരോ നഗരരാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ഇക്കാരണത്താൽ ഒരു പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിലുണ്ടായിരുന്നില്ല. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏഥൻസും സ്പാർട്ടയുമായിരുന്നു. നമ്മൾ കേട്ടിട്ടുള്ള 2 നഗരരാഷ്ട്രങ്ങളുടെ പേരുകളാണ്. പക്ഷേ അതുകൂടാതെ ഒരു പുതിയത് വന്നിരിക്കുന്ന കൊറിന്ത്, തീബ്സ്.
പുതിയ കേൾക്കുന്നത് കൊറിന്ത്, തീബ്സ് ആണ്. കൊറിന്ത്, തീബ്സ്. കൂടാതെ ഏതൻസ്, സ്പാർട്ട. പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏതൻസും സ്പാർട്ടയുമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ നഗരരാഷ്ട്രങ്ങൾക്ക് ചുറ്റും ഒന്നുകിൽ കടലുണ്ടാകും അല്ലെങ്കിൽ ഉയർന്ന പർവ്വതങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ നഗരരാഷ്ട്രങ്ങൾ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഏതൻസിനെ കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ട്, നോക്കാം. ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിലാണ്. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു. ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏതൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തമുണ്ടായിരുന്നു. സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ തുടങ്ങിയവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. അതായത് ജനാധിപത്യം എന്ന് പറയുന്ന ഇതിൻ്റെ ആദ്യ രൂപം ഫോം ചെയ്യുന്നത് ഏതൻസിലാണ്. പക്ഷെ അതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൗരത്വം ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് മാത്രമായിരുന്നു തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്, വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. അതിൽ പൗരത്വം പദവി ഉണ്ടാകാതിരുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്ക്, സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ ഇവർക്കൊന്നും പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ എന്നിവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല, അവർക്ക് വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നില്ല. പുരുഷന്മാർക്ക് മാത്രമായിരുന്നു അതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നത്. അത് ആ ഒരു ജനാധിപത്യത്തിൻ്റെ അത് ഫോം ചെയ്യുന്ന ആ തുടക്കത്തിൽ അതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഏതൻസിലാണ് ഫോം ചെയ്തത്. പെരിക്ലിസിൻ്റെ കാലത്താണ് ഏതൻസിൽ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത്. പെരിക്ലിസിൻ്റെ കാലത്താണ് ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത്. ഏതൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏതൻസിലെ രാഷ്ട്രീയ സഭ അറിയപ്പെട്ടിരുന്നത് അസംബ്ലി എന്നാണ്. പെരിക്ലിസിൻ്റെ കാലത്താണെന്ന് ഓർത്തിരിക്കുക. അസംബ്ലി എന്ന് രാഷ്ട്രീയ സഭ അറിയപ്പെട്ടു. ഇനി മറ്റൊരു സവിശേഷതകൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതി ഉണ്ടായിരുന്നു. ഏതൻസിൽ കലയ്ക്കും സംസ്കാരത്തിനും പ്രാധാന്യം നൽകിയിരുന്ന ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടായിരുന്നു. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഉണ്ടായിരുന്നു. ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ഏതൻസിലുണ്ടായിരുന്നു. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം. ഈ 3 പോയിന്റും കറക്റ്റായിട്ട് പഠിക്കുക. കാരണം ഇതിങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുണ്ട്. ഏതൻസിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. എന്നിട്ട് വേറൊരു പോയിന്റും കൂടെ ഇട്ട് തരാം. അപ്പോൾ ഏതൊക്കെയാണ്? കലാ, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നൊരു വിദ്യാഭ്യാസ രീതി ഉണ്ടായിരുന്നു. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ചെയ്യണമായിരുന്നു. പിന്നീട് ശക്തമായൊരു കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ഏതൻസിൽ ഉണ്ടായിരുന്നു. ഇനി ഏതൻസിലെ പൗരർ എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതൻസിൽ എല്ലാവരെയും പൗരരായി പരിഗണിച്ചിരുന്നില്ല. ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം, രക്ഷകർത്താക്കൾ ഏതൻസുകാർ ആയിരിക്കണം എന്നിങ്ങനെയുള്ള നിബന്ധനകൾ ഉണ്ടായിരുന്നു. സ്വതന്ത്രനായ പുരുഷൻ എന്ന് പറഞ്ഞാൽ അന്ന് അടിമകളൊക്കെയുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെ അടിമയാകരുത്, സ്വതന്ത്രനായ പുരുഷനായിരിക്കണം. കൂടാതെ രക്ഷകർത്താക്കൾ ഏതൻസുകാർ ആയിരിക്കുകയും ചെയ്യണം. അപ്പോൾ ആ 2 പോയിന്റ് അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അവിടെ പൗരത്വ പദവി ഉണ്ടായിരുന്നത്. സ്വതന്ത്രനായ പുരുഷനായിരിക്കണം, രക്ഷകർത്താക്കൾ ഏതൻസുകാർ ആയിരിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളവർക്കാണ് ആ പൗരത്വ പദവി ഉണ്ടായിരുന്നുള്ളൂ. പെരിക്ലിസ്. ഏതൻസിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു പെരിക്ലിസ്. പെരിക്ലിസിൻ്റെ ഭരണകാലത്താണ് ഏതൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ പ്രബലമായ സ്ഥാനം നേടിയെടുത്തത്. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതാകണം എന്നതായിരുന്നു പെരിക്ലിസിൻ്റെ ആശയം. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം. അതുകൊണ്ടാണ് പെരിക്ലിസിൻ്റെ സമയത്ത് ജനാധിപത്യം എന്നത് ഉയർന്നു വന്നത്. പക്ഷേ ഇങ്ങനെ ഈ ഒരു 2 കണ്ടീഷൻ വെച്ച് മാത്രമാണ് പൗരത്വ പദവി നൽകിയിരുന്നത്. ഒന്ന്, സ്വതന്ത്രനായ പുരുഷനായിരിക്കണം. സ്ത്രീകൾക്ക്, അടിമകൾക്ക്, വിദേശികൾക്കൊന്നും അവർ പൗരത്വ പദവി നൽകിയിരുന്നില്ല. പിന്നെ എന്താണ്, അച്ഛനും അമ്മയും രക്ഷകർത്താക്കൾ ഏതൻസുകാർ ആയിരിക്കണം. 2 ഇത് വെച്ച് അവിടെ ഒരു ജനാധിപത്യം എന്നത് ഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം ഉള്ളതാകണമെന്ന് പെരിക്ലിസിൻ്റെ ആശയത്തിൽ പെടുന്നതാണ്. അടുത്തതാണ് സ്പാർട്ട. അപ്പോൾ ഏതൻസിനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് സ്പാർട്ട. ഏതൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളാണ് സ്പാർട്ടയും ഏതൻസും.
ഏതൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്പാർട്ടയെക്കുറിച്ചാണ് പറയുന്നത്. ഏതൻസിൽ നിന്നും വ്യത്യസ്തമായി പ്രഭുഭരണമാണ് സ്പാർട്ടയിൽ നിലനിന്നിരുന്നത്. തൊട്ടടുത്തുള്ള നഗരരാഷ്ട്രങ്ങളായിരുന്നെങ്കിലും അതിനിടയിൽ കടലോ അല്ലെങ്കിൽ വലിയ പർവ്വതങ്ങളോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവ ഒറ്റപ്പെട്ട നിലയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതൻസിലൊരു ജനാധിപത്യ രാഷ്ട്രമായിരുന്നുവെങ്കിലും ഇവിടെ എന്താണ്, സ്പാർട്ടയിൽ പ്രഭുഭരണമായിരുന്നു. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനുള്ള വിദ്യാഭ്യാസം. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ, ഏതൻസിൽ എത്ര വർഷമായിരുന്നു? 2 വർഷത്തെ നിർബന്ധിത സേവനമായിരുന്നുവെങ്കിൽ ഇവിടെ 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. അടുത്തത് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏതൻസിൻ്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചു കീഴടക്കി. ഈ യുദ്ധങ്ങളാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏതൻസിൻ്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യമാണ് ആക്രമിച്ചു കീഴടക്കിയത്. ഇതാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെന്ന് അറിയപ്പെടുന്നു. എന്നാൽ പിൽക്കാലത്ത് ഏതൻസുമായി ശത്രുതയിലായിരുന്ന സ്പാർട്ടയുമായി സഖ്യത്തിലായിരുന്ന ചില നഗരരാഷ്ട്രങ്ങളും ചേർന്ന് ഏതൻസിനെ ആക്രമിച്ചു. പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെട്ട ഈ യുദ്ധത്തിൽ സ്പാർട്ട വിജയിച്ചു. പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെട്ട ഈ യുദ്ധത്തിൽ സ്പാർട്ടയാണ് വിജയിച്ചത്. അപ്പോൾ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം നടക്കുന്നത് ഗ്രീസുകാരെന്ന് പറയുമ്പോൾ ഏതൻസും സ്പാർട്ടയും ഒന്നിച്ച് സംയുക്ത സൈന്യമായിട്ട് പേർഷ്യൻ സാമ്രാജ്യത്തെയാണ് കീഴടക്കിയത്. അതാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം. പെലോപ്പൊനീഷ്യൻ യുദ്ധം എന്ന് പറയുന്നത് ഈ സ്പാർട്ട ഏതൻസിനെ യുദ്ധം ചെയ്യുന്നതാണ്. അതായത് ഏതൻസുമായി ശത്രുതയിലായിരുന്ന സ്പാർട്ടയുമായി സഖ്യത്തിലായിരുന്ന ചില നഗരരാഷ്ട്രങ്ങളും ചേർന്ന്. അപ്പോൾ സ്പാർട്ട മറ്റു കുറച്ച് നഗരരാഷ്ട്രങ്ങളെ കൂട്ടുപിടിച്ച് ഏതൻസിനെ ആക്രമിച്ചതാണ് എന്ത്, പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങൾ. ഇതിൽ സ്പാർട്ട വിജയിക്കുകയും ചെയ്തു. മാരത്തൺ ഓട്ടം. ഓക്കെ, ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലത്ത് ഏതൻസിൽ നിന്ന് 26 മൈലുകൾക്കപ്പുറത്തുള്ള മാരത്തണിൽ വെച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഏറ്റുമുട്ടി. യുദ്ധത്തിൽ ഗ്രീക്കുകാർ വിജയികളായി. വിജയവാർത്ത അറിയിക്കുന്നതിന് വേണ്ടി ഒരു സന്ദേശവാഹകനെ ഏതൻസിലേക്ക് അയച്ചു. അത്രയും ദൂരം ഓടിയെത്തി അയാൾ സന്തോഷത്തോടെ ആഹ്ലാദിക്കൂ, നമ്മൾ വിജയിച്ചു എന്ന് ആർത്തു വിളിച്ചു. എന്നാൽ ദീർഘദൂരം ഓടിയതിൻ്റെ ഫലമായി അയാൾ അപ്പോൾ തന്നെ മരണപ്പെട്ടു. ഈ ഓട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദീർഘദൂര ഓട്ടത്തിന് മാരത്തൺ ഓട്ടം എന്ന് പേര് നൽകിയിരിക്കുന്നത്. മാരത്തൺ. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം നടക്കുമ്പോൾ ഏതൻസിൽ നിന്ന് 26 മൈലുകൾക്കപ്പുറത്തുള്ള മാരത്തണിൽ വെച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഏറ്റുമുട്ടി. മാരത്തൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആ യുദ്ധത്തിൽ പേർഷ്യക്കാരും ഗ്രീക്കുകാരും ഏറ്റുമുട്ടുന്നു. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഗ്രീക്കുകാർ വിജയിച്ചപ്പോൾ ആ വിജയവാർത്ത പറയാൻ വേണ്ടി ഗ്രീസിലുള്ള ഒരാളെ ഏതൻസിലേക്ക് അയച്ചു. ഒരു സന്ദേശവാഹകനെ ഏതൻസിലേക്ക് അയച്ചു. അത്രയും ദൂരം ഓടിയെത്തി ആഹ്ലാദിക്കൂ, നമ്മൾ വിജയിച്ചു എന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ അയാൾ വീണു മരിച്ചു. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഓട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മാരത്തൺ ഓട്ടം എന്ന് പേര് നൽകിയിരിക്കുന്നത്. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലത്ത് ഏതൻസിൽ നിന്ന് 26 മൈലുകൾക്കപ്പുറമായിരുന്നു മാരത്തൺ. ആ 26 മൈലാണ് മാരത്തണിലേക്ക് പുള്ളി ഏതൻസിലേക്ക് ഓടിയത്. 26 മൈലുകൾ ഓടി. ഓക്കെ, അടുത്തത് ഹെറോഡോട്ടസും തൂസിഡൈഡ്സും. എന്താണെന്ന് നോക്കാം. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച കൃതിയാണ് ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന കൃതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീക്ക് പേർഷ്യൻ യുദ്ധങ്ങളെക്കുറിച്ചാണ്
ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെക്കുറിച്ചാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്. ലോകത്തെ ആദ്യത്തെ ചരിത്രകൃതിയാണിത്. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമുക്കറിയാവുന്ന എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആരാണ്? ചരിത്രത്തിൻ്റെ പിതാവാണ് ഹെറോഡോട്ടസ്. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് ആണ് ഈ കൃതി രചിച്ചത്. ഏത് കൃതി? ദ ഹിസ്റ്ററീസ്. ഹെറോഡോട്ടസിൻ്റെ കൃതിയാണ് ഹിസ്റ്ററീസ്. ആ ഹിസ്റ്ററീസിൽ എന്താണ് പറയുന്നത്? ഗ്രീക്ക് പേർഷ്യൻ യുദ്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഗ്രീക്ക് പേർഷ്യൻ യുദ്ധം എന്താണെന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു. എന്താണ്? ഏതൻസും സ്പാർട്ടയും ഒന്നിച്ച് നിന്നുകൊണ്ട് പേർഷ്യക്കാരെ തോൽപ്പിക്കുന്ന ഒരു യുദ്ധമാണ്. അത് ആ ഒരു ഹിസ്റ്ററി പറയുന്നതാണ് ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ. അതിൽ ആരാണത് എഴുതിയത്? ദ ഹിസ്റ്ററീസ് ഹെറോഡോട്ടസ്, ചരിത്രത്തിൻ്റെ പിതാവ്. സ്പാർട്ടയും ഏതൻസും തമ്മിൽ നടന്ന പെലോപ്പൊനീഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് തൂസിഡൈഡ്സ് എന്ന ചരിത്രകാരൻ. അത് ഏതിലാണ്? ഹിസ്റ്ററി ഓഫ് ദ പെലോപ്പൊനീഷ്യൻ വാർ എന്നാണ് ഈ ചരിത്രകൃതിയുടെ പേര്. ഓക്കെ, പെലോപ്പൊനീഷ്യൻ യുദ്ധം എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സ്പാർട്ട കുറച്ച് നഗരരാഷ്ട്രങ്ങളെയും കൂടെ കൂട്ടുപിടിച്ച് ഏതൻസിനെതിരെ യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധമാണ് പെലോപ്പൊനീഷ്യൻ യുദ്ധം. സ്പാർട്ട ജയിക്കുകയും ചെയ്തു. അത് തൂസിഡൈഡ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് പുസ്തകത്തിൽ? ഹിസ്റ്ററി ഓഫ് ദി പെലോപ്പൊനീഷ്യൻ വാർ എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് ദി പെലോപ്പൊനീഷ്യൻ വാർ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാരുടേതാണ്? തൂസിഡൈഡ്സിൻ്റേതാണ്. അപ്പോൾ ഹെറോഡോട്ടസും തൂസിഡൈഡ്സും ആരാന്ന് മനസ്സിലായല്ലോ. ഒന്ന് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന പുസ്തകവും, അടുത്ത പെലോപ്പൊനീഷ്യൻ യുദ്ധത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഹിസ്റ്ററി ഓഫ് ദി പെലോപ്പൊനീഷ്യൻ വാർ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആൾക്കാരാണ് ഹെറോഡോട്ടസും തൂസിഡൈഡ്സും. അടുത്തത് കുറച്ച് ഗ്രീക്ക് ചിന്തകരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗ്രീക്ക് തത്വചിന്തകർ. പ്രധാനത്തെ ഗ്രീക്ക് തത്വചിന്തകരാണ് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. സോക്രട്ടീസ് അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകി. സോക്രട്ടീസ് അറിവാണ് നന്മ. സംവാദ രീതി, സോക്രാറ്റിക് മെത്തേഡിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. പ്രചരിപ്പിച്ചതാണ് സോക്രട്ടീസ്. അറിവാണ് നന്മ. 2 പോയിൻ്റാണ്. അറിവാണ് നന്മ, പിന്നെ സംവാദ രീതിയിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അടുത്ത പ്ലേറ്റോ. സോക്രട്ടീസിൻ്റെ ശിഷ്യനായിരുന്നു. അക്കാദമി എന്ന പഠനകേന്ദ്രം സ്ഥാപിച്ചത് ആരാണ്? പ്ലേറ്റോയാണ്. ഇപ്പോഴും നമുക്ക് അറിയാവുന്നൊരു ക്വസ്റ്റ്യനാണ്. അക്കാദമി എന്ന പഠനകേന്ദ്രം പ്ലേറ്റോയുടേതാണ്. റിപ്പബ്ലിക് എന്നത് പ്രധാന കൃതി. എപ്പോഴും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. റിപ്പബ്ലിക് എന്നത് പ്ലേറ്റോയുടെ കൃതിയാണ്. അക്കാദമി എന്ന പഠനകേന്ദ്രം സ്ഥാപിച്ചതും പ്ലേറ്റോയാണ്. അരിസ്റ്റോട്ടിൽ. പ്ലേറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്ന ആളായിരുന്നു അരിസ്റ്റോട്ടിൽ. ലൈസീയം എന്ന പഠനകേന്ദ്രം സ്ഥാപിച്ചതാണ് അരിസ്റ്റോട്ടിൽ. പൊളിറ്റിക്സ് എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റേതാണ്. ലൈസീയം എന്നത് അരിസ്റ്റോട്ടിലിൻ്റേതാണ്. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥം അദ്ദേഹത്തിൻ്റേതാണ്. ഇവിടെയോ അക്കാദമി എന്ന പഠനകേന്ദ്രം പ്ലേറ്റോയുടേതാണ്. റിപ്പബ്ലിക് എന്ന ഗ്രന്ഥം പ്ലേറ്റോയുടേതാണ്. അക്കാഡമിയും റിപ്പബ്ലിക്കും പ്ലേറ്റോ, ലൈസിയം പൊളിറ്റിക്സ് അരിസ്റ്റോട്ടിൽ. അടുത്തത് ഇലിയഡ്. പുരാതന ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഹോമറിൻ്റെ ഇതിഹാസ കാവ്യങ്ങളായ ഇലിയഡ്, ഒഡീസി എന്നിവയിൽ നിന്നൊക്കെയാണ്. അതിൽ ഇലിയഡിനെ കുറിച്ചാണ് പറയുന്നത്. ഹോമറിൻ്റേതാണ് ഇലിയഡ്, ഒഡീസി എന്ന പുസ്തകങ്ങൾ. അതോർത്തിരിക്കുക. ഹോമറിൻ്റേതാണ് ഇലിയഡ്, ഒഡീസി എന്ന് പറയുന്ന പുസ്തകങ്ങൾ. ഇനി അതിലെന്താന്ന് നോക്കാം. ഇലിയഡ്. ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിൻ്റെ കഥയാണ് ഇലിയഡ്. ട്രോയ് നഗരവുമായുള്ള വർഷങ്ങൾ നീണ്ട യുദ്ധത്തിന് ശേഷവും ഗ്രീക്ക് സൈന്യത്തിന് വിജയിക്കാനായില്ല. അവർ ഒരു കൂറ്റൻ മരക്കുതിരയുണ്ടാക്കി.
ഏറ്റവും മികച്ച പോരാളികളെ കുതിരയ്ക്കുള്ളിലാക്കിയ ശേഷം ട്രോയ് നഗരത്തിൻ്റെ വഴിയിൽ ഉപേക്ഷിച്ച് പിൻവാങ്ങി. തോൽവി സമ്മതിച്ച ഗ്രീക്കുകാർ നൽകിയ സമ്മാനമാണ് ആ മരക്കുതിരയെന്ന് ട്രോജന്മാർ കരുതി. വിജയലഹരിയിൽ ട്രോജന്മാർ മരക്കുതിരയെ വലിച്ച് നഗരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കുതിരയ്ക്കുള്ളിൽ നിന്നും ഭടന്മാർ പുറത്തിറങ്ങി. കടലിൽ ഒളിച്ചു കിടക്കുകയായിരുന്ന ഗ്രീക്ക് കപ്പലുകൾ ട്രോയിലേക്ക് ഇരച്ചു കയറി. പ്രഭാതത്തിൽ ട്രോയ് നഗരം നാമാവശേഷമായി തീർന്നു. അതാണ് ഇലിയഡ് എന്ന് പറയുന്ന കൃതിയുടെ ഒരു ചെറിയ ഭാഗം. ഗ്രീക്കുകാർ ട്രോയ് നഗരവുമായിട്ട് നടത്തിയ യുദ്ധത്തിൻ്റെ കഥയാണ് ഇലിയഡ്. ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിൻ്റെ കഥയാണ് ഇലിയഡ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ യുദ്ധം ചെയ്തെങ്കിലും ട്രോയ് നഗരത്തിന്, ഗ്രീക്കിന് വിജയിക്കാനായില്ല, ട്രോയ് നഗരത്തിനെ തോൽപ്പിക്കാനായിരുന്നില്ല. പക്ഷേ തോക്കുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ ഗ്രീക്ക് സൈന്യം ചെയ്തത് എന്താണ്? ഒരു വലിയ മരക്കുതിര ഉണ്ടാക്കി അതിൽ കുറച്ച് പോരാളികളെ ആക്കി ട്രോയ് നഗരത്തെ കൊണ്ടുവന്ന് വെച്ചു. രാത്രിയായപ്പോൾ ഈ ട്രോയ് നഗരത്തിലുള്ള ജനങ്ങൾ ഓർത്ത് ഇത് സമ്മാനമാണെന്ന് വിചാരിച്ച് നഗരത്തിലേക്ക് കൊണ്ടുപോയി. രാത്രിയായപ്പോൾ എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പടയാളികൾ ഇറങ്ങുകയും കടലിൽ ഒളിച്ചു കിടന്ന ഗ്രീക്ക് കപ്പലുകൾ ട്രോയിലേക്ക് ഇരച്ചു കയറി അവിടെ മുഴുവൻ നാമാവശേഷമാക്കി തീർത്തു. അപ്പോൾ ട്രോയ് നഗരവുമായി ബന്ധപ്പെട്ട കഥയാണ് ഇലിയഡ്. ഇലിയഡ് എഴുതിയത് ഹോമറാണ് ഇലിയഡ് എഴുതിയത്. മറ്റൊരെണ്ണാണ് ഒഡീസി. ഇലിയഡ്, ഒഡീസിയൊക്കെ ഹോമറിൻ്റെ കാവ്യങ്ങളാണ്. പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പേർഷ്യൻ നമുക്കറിയാം, ഇപ്പോൾ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇറാൻ്റെ പഴയ പേരാണ് പേർഷ്യ എന്ന് പറയുന്നത്. കൂട്ടുകാരെ, ഞങ്ങളുടെ രാജ്യമായ ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നതിനാൽ വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. പെർസെപോളിസ് ആയിരുന്നു ഈ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. നമ്മൾ പറഞ്ഞിരുന്നു, പോളിസ് എന്ന് പറയുന്നത് എന്താ? നഗരരാഷ്ട്രങ്ങളെയാണ് പറയുന്നത്. പെർസെപോളിസ് എന്നതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. പെർസെപോളിസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പേർഷ്യൻ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പെർസെപോളിസ്. ഓക്കെ, ഇനി എന്തെല്ലാമെന്ന് നോക്കാം. പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികളായിരുന്നു സൈറസ്, ദാരിയസ് ഒന്നാമൻ, സെർക്സിസ്. ഇമ്പോർട്ടൻ്റ് ആണ്. സൈറസ്, ദാരിയസ് ഒന്നാമനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. സെർക്സിസ് കേട്ടിട്ടില്ല, നോക്കാം. പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികളായിരുന്നു സൈറസ്, ദാരിയസ് ഒന്നാമൻ, സെർക്സിസ്. പേർഷ്യൻ ഭരണ സംവിധാനത്തെക്കുറിച്ച് പറയാം. ഭരണ സൗകര്യത്തിനായി വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സത്രപികളായി വിഭജിച്ചിരുന്നു. സത്രപി എന്ന് പറഞ്ഞ പ്രവിശ്യക്കാണ് പറയുന്നത്. അവിടെ അറിയപ്പെടുന്ന സത്രപി. നിരവധി, അതായത് ഭരണ സൗകര്യത്തിനായിട്ട് ആ ഒരു സാമ്രാജ്യത്തെ തന്നെ നിരവധി പ്രവിശ്യകളായിട്ട്, സത്രപികളായിട്ട് വിഭജിച്ചിരുന്നു. സത്രപ് എന്നറിയപ്പെട്ടിരുന്ന ഗവർണർമാരുടെ കീഴിലായിരുന്നു സത്രപികൾ. അവിടുത്തെ ഗവർണർമാരായിരുന്നു ആര്? സത്രപ്. സത്രപ്പ്മാർ രാജാവിൻ്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രപികളിൽ നടപ്പിലാക്കി. അപ്പോൾ രാജാവുണ്ട്, ആ രാജാവ് എന്താണോ പറയുന്നത് അത് സത്രപ്പ്മാർ എന്ത് ചെയ്യുന്നു? സത്രപികളിൽ നടപ്പിലാക്കുന്നു. അപ്പോൾ രാജാവുണ്ട്, അതിന് കീഴെ സത്രപ്പ്മാരുണ്ട്. അതായത് ഓരോ പ്രദേശങ്ങൾക്കും പ്രവിശ്യകൾക്കും എന്തുണ്ട്? ഗവർണർമാരുണ്ട്. ആ ഗവർണറിനെയാണ് സത്രപ് എന്ന് പറയുന്നത്. സത്രപി എന്ന് പറയുന്നത് ആ പ്രവിശ്യകളെയാണ്. അവർ എല്ലാ നിയമങ്ങളും, രാജാവിൻ്റെ നിയമങ്ങളെല്ലാം അവിടെ നടപ്പിലാക്കിയിരുന്നു. അടുത്തത് സരതുഷ്ട്ര ദർശനം. പേർഷ്യയിലാണ് സരതുഷ്ട്ര ദർശനം രൂപം കൊണ്ടത്. എന്താ അതെന്ന് നമുക്ക് നോക്കാം. സരതുഷ്ട്രയാണ് സ്ഥാപകൻ. സരതുഷ്ട്ര ദർശനത്തിൽ എന്താണ് പറയുന്നത്? പേർഷ്യയിലാണ്, സരതുഷ്ട്രയാണ് സ്ഥാപകൻ. അഹുരമസ്ദ എന്ന് വിളിക്കപ്പെട്ട ഏകദൈവത്തിൽ വിശ്വസിച്ചു. സെൻറ്റ് അവസ്ഥയായിരുന്നു മതഗ്രന്ഥം. സെൻറ്റ് അവസ്ഥ
ഇപ്പോൾ മനസ്സിലായി. സെൻ്റവസ്ഥയായിരുന്നു മതഗ്രന്ഥം. അഹുരമസ്ദ എന്നതായിരുന്നു ദൈവം. അഹുരമസ്ദ. സരതുഷ്ടയാണ് സ്ഥാപകൻ. സരതുഷ്ട ദർശനം എന്ന് പറയുന്നത് ഒരു മതമാണ്. അതിൻ്റെ സ്ഥാപകൻ സരതുഷ്ട്രയാണ്. അഹൂരമസ്ദ എന്നത് അതിൻ്റെ ദൈവമാണ്, ഏകദൈവമാണ് അഹൂരമസ്ദ. സെൻ്റവസ്ഥ മതഗ്രന്ഥം. അപ്പോൾ പേർഷ്യയിലുള്ളതാണെന്ന് ഓർത്തിരിക്കുക. സരതുഷ്ട്ര ദർശനം എന്ന് പറയുന്നത് പേർഷ്യയിലാണ്. അഹൂര മസ്ദ എന്നത് ഏകദൈവമാണ്. സരതുഷ്ട്രയാണ് സ്ഥാപകൻ. സെൻ്റവസ്ഥ മതഗ്രന്ഥമാണ്. സെൻ്റവസ്ഥ മതഗ്രന്ഥമാണ്. പേർഷ്യൻ സാമ്രാജ്യം കഴിഞ്ഞു. പേർഷ്യൻ സാമ്രാജ്യത്തിൽ പറഞ്ഞത് പെർസെപോളിസ് എന്ന് പറയുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതിന് പേർഷ്യൻ സംവിധാനത്തിൽ എന്താണ് സത്രപ്പ്, രാജാവ്, ഇതെല്ലാം പറഞ്ഞു. സത്രപ്പ് ഗവർണറാണ്. പിന്നെ രാജാവ് ഉണ്ടായിരുന്നു. ഇത്രയും പേർഷ്യൻ ഭരണ സംവിധാനത്തെക്കുറിച്ചാണ്. പിന്നെ പേർഷ്യയിലെ ഭരണാധികാരികളായിരുന്നു സൈറസ്, ദാരിയസ് ഒന്നാമൻ, സർക്സിസ്. പിന്നെ ഇപ്പോൾ പറഞ്ഞത് സരതുഷ്ട്ര ദർശനം. ഇതൊന്നും പഴയ SCERT ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്ത പോയിന്റുകളാണ്, പുതിയ പോയിന്റുകളാണ്. ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, എന്നാലും പഠിച്ചു വയ്ക്കുക. സരതുഷ്ട്ര ദർശനം, അഹൂരമസ്ത എന്ന ദൈവം, സെന്നവസ്ഥ എന്ന മതഗ്രന്ഥം. അടുത്ത് നമ്മൾ പറയുന്നത് റോമൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് ഒരു കുട്ടി പറയുന്നത് ഇങ്ങനെയാണ്. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് അലീന. എൻ്റെ നാടായ ഇറ്റലി റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായിട്ടാണ് റോമാ നഗരം കണക്കാക്കപ്പെടുന്നത്. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലം. എല്ലാ പാതകളും റോമിലേക്ക് എന്ന പ്രയോഗം തന്നെ ഈ സാമ്രാജ്യത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു. ആദ്യകാലത്ത് റോമിൽ രാജഭരണമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ കാലക്രമത്തിൽ പ്രജാതാൽപരർ അല്ലാത്ത ഭരണാധികാരികൾക്കെതിരെ കലാപങ്ങൾ ഉയർന്നു വരികയും BCE 6-ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിക്കുകയും ചെയ്തു. തുടർന്ന് റിപ്പബ്ലിക് എന്ന പുതിയൊരു സംവിധാനം റോമിൽ നിലവിൽ വന്നു. പുരാതന റോമിൻ്റെ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു റിപ്പബ്ലിക്കിൻ്റെ ഉദയം. അപ്പോൾ റിപ്പബ്ലിക്കിൻ്റെ ഉദയം എവിടെയാണ്? റോമിലാണ്. ജനാധിപത്യത്തിൻ്റെ ഉദയം എവിടെയാണ്? ഏതൻസിലാണ്. റിപ്പബ്ലിക്കിൻ്റെ ഉദയം എവിടെയാണ്? റോമിലാണ്. അപ്പോൾ കൂടാതെ പറഞ്ഞിരിക്കുന്നത് എന്താ? റിപ്പബ്ലിക് എന്ന പുതിയ ആശയം നിലവിൽ വന്നു. BCE ആദ്യം രാജഭരണമായിരുന്നു, പിന്നീട് കലാപങ്ങളൊക്കെ വന്നു. BCE 6-ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിച്ചു. അത്രയേ ഉള്ളൂ അതിൽ പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നുമില്ല. റോമിൽ ആദ്യം രാജഭരണമായിരുന്നു. BCE 6-ാം നൂറ്റാണ്ടോടുകൂടി രാജഭരണം അവസാനിച്ചു. റിപ്പബ്ലിക് എന്ന ആശയം വന്നത് റോമിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞായിരുന്നു റിപ്പബ്ലിക് എന്ന ഗ്രന്ഥം ആരുടേതാണെന്ന്. റിപ്പബ്ലിക് എന്ന ഗ്രന്ഥം ആരുടേതാണ്? പ്ലേറ്റോയുടേതാണ്. അക്കാഡമി എന്ന സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനം ആരുടേതാണ്? പ്ലേറ്റോയുടേതാണ്. ഓക്കെ. മറ്റേ അരിസ്റ്റോട്ടിലിൻ്റെ പറഞ്ഞത് ലൈസിയം എന്ന സ്ഥാപനം അരിസ്റ്റോട്ടിലിൻ്റേതാണ്. അരിസ്റ്റോട്ടിലിൻ്റെ ടെക്സ്റ്റായിരുന്നു പൊളിറ്റിക്സ്. അപ്പോൾ റിപ്പബ്ലിക്കിൻ്റെ ഉദയം റോമിലാണ്. റിപ്പബ്ലിക് എന്ന ടെക്സ്റ്റ് പ്ലേറ്റോയുടേതാണ്. ഓക്കെ. ഇനി പറയുന്നത് ഇവിടെ ഒരു പടം കൊടുത്തിരിക്കുന്നത് ജൂലിയസ് സീസറിൻ്റേതാണ്. നോക്കാം. റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൽ രാജാവിന് പകരം കോൺസൽ എന്നറിയപ്പെട്ടിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ഭരണ ചുമതല. റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനം വന്നു റോമൻ സാമ്രാജ്യത്തിൽ. അപ്പോൾ രാജാവിന് പകരം, രാജാവിൻ്റെ ഭരണം അവസാനിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന ഇതിൻ്റെ പേര് ഭരണാധികാരി അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു കോൺസൽ. റോമിലായിരുന്നു കോൺസൽ.
BCE 1-ാം നൂറ്റാണ്ടിൽ റോമൻ റിപ്പബ്ലിക്കിൻ്റെ കോൺസൽ പദവി വഹിച്ചിരുന്നതാണ് ജൂലിയസ് സീസർ. റിപ്പബ്ലിക്കൻ ഭരണരീതി അവസാനിപ്പിച്ചിട്ട് ഏകാധിപതിയായി അധികാരം കൈയടക്കി. അപ്പോൾ അവിടെ വെച്ച് തന്നെ റിപ്പബ്ലിക്കൻ ഭരണം അവസാനിച്ച് ഏകാധിപതിയായി ഭരണമൊക്കെ നേടിയെടുത്ത ആളാണ് ആര്? ജൂലിയസ് സീസർ. കോൺസൽ എന്നാണ്, ആദ്യത്തെ കോൺസലായിരുന്നു അല്ലേ, ഫസ്റ്റ് കോൺസൽ പദവി വഹിച്ചിരുന്ന ആളാണ് ജൂലിയസ് സീസർ. റിപ്പബ്ലിക്കൻ ഭരണരീതി അവസാനിപ്പിച്ചു. ജൂലിയസ് സീസർ റോമിലാണ്. അഗസ്റ്റസിൻ്റെ ഭരണകാലത്ത് റോമൻ റിപ്പബ്ലിക്ക് പൂർണ്ണമായും റോമ സാമ്രാജ്യമായി മാറി. ഇതോടെ ചക്രവർത്തി പരമോന്നത ഭരണാധികാരിയായി മാറി. അഗസ്റ്റസിൻ്റെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക് എന്നുള്ളത് പൂർണ്ണമായിട്ടും റോമ സാമ്രാജ്യമായി മാറിയത്. ചക്രവർത്തി എന്നുള്ള സ്ഥാനം എന്തായി? പരമോന്നത ഭരണാധികാരി ചക്രവർത്തിയായി മാറുകയും ചെയ്തു. ഇനി റോമൻ സാമ്രാജ്യത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ട് നോക്കാം. യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു. ഇവിടേക്കായിരുന്നു യൂറോപ്പിലുണ്ടായിരുന്നു, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ ഫുള്ളില്ലായിരുന്നു. പടിഞ്ഞാറൻ ഏഷ്യയും വടക്കൻ ആഫ്രിക്കയും യൂറോപ്പും ഇതെല്ലാം റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. റോമൻ ചക്രവർത്തിമാർ പ്രിൻസെപ്പ് എന്നറിയപ്പെട്ടു. ആരാണ്? പ്രഥമ പൗരൻ. പ്രിൻസെപ്പ് എന്ന് പറഞ്ഞാൽ പ്രഥമ പൗരൻ. റോമൻ ചക്രവർത്തിയായിരുന്നു, പരമോന്നത ഭരണാധികാരി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതറിയപ്പെട്ടിരുന്നത് പ്രിൻസെപ്പ്, അർത്ഥം പ്രഥമ പൗരൻ. പ്രിൻസെപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്നറിയപ്പെട്ടു. എന്താണ് ആ ഭരണ സംവിധാനം അറിയപ്പെട്ടത്? പ്രിൻസിപ്പേറ്റ്. അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം സ്ഥാപിച്ചത്. നമ്മൾ പറഞ്ഞായിരുന്നു അഗസ്റ്റസ് ആൻ്റെ കാലത്താണ് റോമൻ റിപ്പബ്ലിക്ക് പൂർണ്ണമായിട്ടും റോമൻ സാമ്രാജ്യമായിട്ട് അങ്ങോട്ട് മാറിയത്. ആ റോമൻ സാമ്രാജ്യത്തിലെ ആദ്യത്തെ ആളായിരിക്കും അപ്പോൾ അഗസ്റ്റസ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് പ്രിൻസിപ്പേറ്റ് എന്ന ഭരണ സംവിധാനം സ്ഥാപിച്ചത്. അഗസ്റ്റസ്. വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ സൈന്യമുണ്ടായിരുന്നു. വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ഒരു സൈന്യം റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. ഓർത്തിരിക്കേണ്ട പോയിൻ്റാണ് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് കിട്ടിയാലും ഈ ഒരു പോയിൻ്റ് SCRT ഒരു പോയിൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായൊരു സൈന്യം ഉണ്ടായിരുന്നു. ഓക്കെ, റോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞ്? എവിടെയെല്ലാമാണ് റോമൻ സാമ്രാജ്യം? യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ. പിന്നെ പറഞ്ഞ പോയിന്റ് പ്രിൻസെപ്പ്, അതായത് പ്രഥമ പൗരൻ ചക്രവർത്തിയായിരുന്നു പ്രിൻസെപ്പ്. പ്രിൻസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഭരണ സംവിധാനം. അപ്പോൾ ആ പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം ഫോം ചെയ്തത് ആരാണ്? അഗസ്റ്റസ് ആണ്. കൂടാതെ ഒരു പ്രത്യേകത, വേതനം കൈപ്പറ്റുന്ന ഒരു സൈന്യം, ശക്തമായ സൈന്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ റോമൻ സാമ്രാജ്യം കുറച്ച് അധികം പഠിക്കാനുണ്ട്. റോമൻ്റെ സാംസ്കാരിക സംഭാവനകൾ നോക്കാം. ഭാഷ, സാഹിത്യം, കല, നഗരാസൂത്രണം തുടങ്ങിയ മേഖലകളിലെല്ലാം റോമിൻ്റെ സംഭാവനകൾ നിലനിൽക്കുന്നുണ്ട്. ജലവിതരണത്തിനായി നിർമ്മിക്കപ്പെട്ട കമാനാകൃതിയുള്ള കനാലുകളായ അക്വിഡക്റ്റുകളും വിശാലമായതും തുറന്ന വേദിയുള്ളതുമായ കൊളോസിയവും റോമൻ സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരിക സംഭാവനകളായിരുന്നു. എന്താണ് കൊളോസിയം? അതായത് ഒരു തുറന്ന വേദിയാണ് എന്തെന്ന് പറയുന്നത് കൊളോസിയം. പിന്നെ കനാലുകളാണ് അക്വിഡക്റ്റുകൾ. അക്വിഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ കനാലുകളാണ്, ജലവിതരണത്തിനുള്ള കനാലുകളും. പിന്നെ കൊളോസിയം എന്ന് പറയുന്ന ഒരു വിശാലമായ ഒരു തുറന്ന വേദിയാണ് കൊളോസിയം. ഇത് രണ്ടും റോമൻ സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരിക സംഭാവനകളാണ്. അക്വിഡക്റ്റിൻ്റെയും കൊളോസിയത്തിൻ്റെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അക്വിഡക്റ്റ് എന്ന് പറഞ്ഞാൽ കനാലാണ്, കൊളോസിയം എന്ന് പറയുന്നൊരു തുറന്ന വേദിയാണ്. ഇനി രാഷ്ട്രരൂപീകരണം ഇന്ത്യയിൽ നോക്കാം. സാംസ്കാരിക വിനിമയ പരിപാടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് വിവാൻ ആയിരുന്നു. വിവാൻ്റെ വിവരണം ശ്രദ്ധിക്കാം. അപ്പോൾ അടുത്തൊരു കൊച്ച് ഇന്ത്യയെക്കുറിച്ച് പറയുകയാണ്. എന്താണ്? ഞാൻ വിവാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സിന്ധു നദിയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ നിലനിന്നിരുന്ന ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററിൽ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഏകദേശം 1500 BCE ആര്യന്മാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറുള്ള സപ്ത സിന്ധു പ്രദേശങ്ങളിൽ അധിവാസമുറപ്പിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു
ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ചർച്ച ചെയ്തതാണ്. അങ്ങനെ ഹാരപ്പൻ സംസ്കാരം തകർന്നു കഴിഞ്ഞപ്പോൾ ആരാണ് അവിടെ വന്നത്? ആര്യന്മാർ എവിടെ വന്നു? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറുള്ള സപ്തസിന്ധു പ്രദേശങ്ങളിൽ അധിവാസമുറപ്പിച്ചു. അക്കാലത്ത് രചിക്കപ്പെട്ട വേദങ്ങളിൽ നിന്നാണ് ഇവരെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. വേദങ്ങൾ രചിക്കപ്പെട്ട ഈ കാലഘട്ടം വേദകാലം എന്നറിയപ്പെടുന്നു. പിൽക്കാലത്ത് ആര്യന്മാർ സപ്തസിന്ധു പ്രദേശത്ത് നിന്നും ഗംഗയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ എത്തിച്ചേർന്നു. സപ്തസിന്ധു പ്രദേശത്ത് നിന്ന് പിന്നീട് ആര്യന്മാർ എങ്ങോട്ടാണ്? ഗംഗയുടെയും അതിൻ്റെ പോഷക നദികളുടെയും തീരങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തവും ഉപയോഗവും കൃഷിയുടെ വ്യാപനത്തിനും ഉൽപ്പാദന വർധനവിനും കാരണമായി. മിച്ചോൽപാദനം കച്ചവട കേന്ദ്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. ഈ കച്ചവട കേന്ദ്രങ്ങൾ പിന്നീട് നഗരങ്ങളായി. ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ജനപദങ്ങൾ രൂപപ്പെട്ടു. അപ്പോൾ പെട്ടെന്ന് ഷോർട്ടായിട്ട് ഇന്ത്യയുടെ രാഷ്ട്രം രൂപീകരിച്ചത്, ഇന്ത്യ എന്ന രാഷ്ട്ര രൂപീകരണത്തെക്കുറിച്ച് പെട്ടെന്ന് ഷോർട്ടായിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കുവാണ്. എന്താണ്? ആദ്യം തന്നെ ഹാരപ്പൻ സംസ്കാരമായിരുന്നു. അത് സിന്ധു നദീതടത്തെ കേന്ദ്രീകരിച്ചാണെന്ന് നമ്മൾ പഠിച്ചു. ആ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയോടുകൂടി ആര്യന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്ത്യയിലേക്ക് എത്തി. അവരെവിടെയാണ്? സപ്തസിന്ധു പ്രദേശങ്ങളിലായിട്ട് ജീവിച്ചു തുടങ്ങി. പിന്നീട് ആ സപ്തസിന്ധു പ്രദേശങ്ങളിൽ നിന്നും കുറച്ചുകൂടെ കയറി ഗംഗയുടെയും അതിൻ്റെ പോഷക നദികളുടെ ഭാഗങ്ങളിലേക്ക്, നദീതടത്തിലേക്ക് തന്നെ വീണ്ടും അവർ കയറി. പിന്നീട് ആ നദിയുടെയൊക്കെ, അതായത് ജലത്തിൻ്റെ ലഭ്യതയൊക്കെ അനുസരിച്ച് കാർഷിക ഉൽപ്പാദനം തുടങ്ങി. കാർഷിക ഉൽപ്പാദനത്തിൻ്റെ അളവ് വർദ്ധിച്ചപ്പോൾ അത് വിൽപ്പന കൈമാറ്റത്തിന് വേണ്ടി കാർഷിക കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. ഈ കാർഷിക കച്ചവട കേന്ദ്രങ്ങൾ എന്താണ്? കേന്ദ്രങ്ങൾ, അങ്ങനെ കുറച്ച് കേന്ദ്രങ്ങളൊക്കെ ആകുമ്പോഴാണല്ലോ അതെന്തായി മാറുന്നത്? നഗരങ്ങളായിട്ട് മാറുന്നത്. ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് എന്തുണ്ടായി? ജനപദങ്ങൾ ഫോം ചെയ്തു. ജനപദങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. നോക്കാം ഇവിടെ എന്താണ്. ഇത് എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ഇവിടെ ഫസ്റ്റ് ഇവിടെ തുടങ്ങുന്നു. ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തവും ഉപയോഗവും. ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തവും ഉപയോഗം എന്തായി? കാർഷിക ഉൽപ്പാദനം ഉണ്ടാക്കാൻ സഹായിച്ചു. കാർഷിക ഉൽപ്പാദനത്തിൻ്റെ വർധനവുണ്ടായി. ഉൽപ്പാദന വർധനവ് വന്നപ്പോൾ അത് കൈമാറ്റത്തിന് വേണ്ടി കച്ചവട കേന്ദ്രങ്ങൾ ഫോം ചെയ്തു. കച്ചവട കേന്ദ്രങ്ങൾ എന്തായി? പിന്നീട് നഗരങ്ങളായി. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ജനപദങ്ങൾ ഫോം ചെയ്തു. ഇനി ആ ജനപദങ്ങളിൽ നിന്ന് മഹാജനപദങ്ങളിലേക്ക്. എന്താ ജനപദം എന്ന് പറയുന്നത്? ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ്. ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം. വിഭവങ്ങൾ ലഭ്യമായ ഇടങ്ങളിൽ കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തിയ ജനങ്ങൾ അവിടെ സ്ഥിരമായി താമസിച്ചു. ഇങ്ങനെയാണ് ജനപദങ്ങൾ രൂപപ്പെട്ടത്. 16 മഹാജനപദങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കമ്പോജം, ഗാന്ധാരം, മഗധ, അംഗം, വഞ്ചി, മല്ല, കാശി, വത്സ, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശൂരസേന, കുരു, മത്സ്യം. ഇതൊക്കെയായിരുന്നു മഹാജനപദങ്ങൾ. ജനങ്ങൾ താമസിച്ച സ്ഥലങ്ങൾ. അതാണ് ജനപദം. അതിൽ ഏറ്റവും മഹാജനപദങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് പ്രബല ശക്തികളായിരുന്നവരാണ് മഹാജനപദങ്ങൾ. അത് 16 എണ്ണമായിരുന്നു. 16 മഹാജനപദങ്ങളായിരുന്നു. അപ്പോൾ 16 മഹാജനപദങ്ങളാണുള്ളത്. ജനപദങ്ങളിൽ നിന്നും മഹാജനപദങ്ങളിലേക്ക്. പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജനപദങ്ങൾ രൂപപ്പെട്ടത്. ഫലഭൂയിഷ്ഠമായ നദീതടങ്ങളും സമൃദ്ധമായ വനമേഖലകളും ചില ജനപദങ്ങളെ കൂടുതൽ ശക്തമാക്കി. സമീപ പ്രദേശത്തുള്ള ജനപദങ്ങളെ കീഴടക്കിയ പ്രബലമായ ജനപദങ്ങൾ മഹാജനപദങ്ങളായി പരിണമിച്ചു. മഹാജനപദങ്ങളുടെ കാലം ഇന്ത്യയിലെ 2ാം നഗരവൽക്കരണം എന്നാണ് അറിയപ്പെടുന്നത്. മഹാജനപദങ്ങളുടെ കാലമാണ് ഇന്ത്യയിലെ 2ാം നഗരവൽക്കരണം എന്ന് അറിയപ്പെടുന്നത്. 16 മഹാജനപദങ്ങളുണ്ട്. അതിലൊരെണ്ണമാണ് മഗധ. മഗധ പ്രബല ശക്തിയാകുന്നു. BCE 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മഗധയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉയർന്നു വന്നത്. അത് ജനപദങ്ങളുടെ കൊടുത്തിട്ടുണ്ട്. അതിൽ മഗധയുടേതാണ് ഈ ഇതിൽ കൊടുത്തിരിക്കുന്നത്, ഈ ചിത്രത്തിൽ. ഓക്കെ, മഗധയാണ് ഈ ഭാഗത്തുള്ളത്. ഇനി
പ്രബലമായ മഹാജനപദമാകുന്നതിന് മഗധയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ മഗധയെ മഹാജനപദമാകുന്നതിന് സഹായിച്ചത് എന്തെല്ലാമാണെന്ന്. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ 4 ഘടകങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ശക്തരായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും. ഉറപ്പായിട്ടും അതുണ്ടാവുമല്ലോ. ഒരു സാമ്രാജ്യം വളർന്നു വരുന്നതിന് ശക്തരായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും ഉണ്ടായിരുന്നു. ഇരുമ്പയിരിൻ്റെ സാന്നിധ്യം. ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും. എന്താണ് ഇരുമ്പയിരിൻ്റെ സാന്നിധ്യം? അതായത് ഇരുമ്പ് ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചു നിർമ്മിച്ചു. അത് മഗധയുടെ വളർച്ചയ്ക്ക് സഹായകരമായി. ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠത. ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠത. കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തുമുണ്ടായ പുരോഗതി. കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തുമുണ്ടായ പുരോഗതി. എല്ലാം കണക്റ്റഡ് ആയിട്ട് കിടക്കുവാണ്. ഒരു കാര്യം എന്ന് പറയുന്നത് ഭരണാധികാരികൾ ശക്തരായിരുന്നു, സൈന്യം ഉണ്ടായിരുന്നു. പിന്നെ ഇരുമ്പിൻ്റെ സാന്നിധ്യം. അപ്പോൾ അതുകൊണ്ട് ഇരുമ്പ് ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധിച്ചു. പിന്നെ ഗംഗയുടെ പോഷക നദിയൊക്കെ ആ സമീപത്തായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു, ജലലഭ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാർഷിക ഫലഭൂയിഷ്ഠത ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെ കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തും പുരോഗതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഗധയുടെ വളർച്ച വളരെ വലുതായിരുന്നു. ഒരു മഹാജനപദമാകുന്നതിന് അത് സഹായിച്ചു. തുടക്കത്തിൽ രാജഗൃഹവും ബീഹാറിലെ രാജ്ഗീർ ആയിരുന്നു. ബീഹാറിലെ രാജ്ഗീർ, അതാണ് രാജഗൃഹം. പിന്നീട് പാടലിപുത്രവും. പാടലിപുത്ര ഇപ്പോൾ പാറ്റ്ന എന്നറിയപ്പെടുന്നു. ഇതൊക്കെയായിരുന്നു മഗധയുടെ തലസ്ഥാനങ്ങൾ. തുടക്കത്തിൽ രാജഗൃഹ, പിന്നീട് പാടലിപുത്ര. രാജഗൃഹ എന്ന് പറയുന്നത് ബീഹാറിലെ രാജ്ഗീർ എന്ന് പറയുന്ന സ്ഥലമാണ്. പാടലിപുത്രം ഒറീസയിലെ പാറ്റ്ന എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇതൊക്കെയായിരുന്നു മഗധയുടെ തലസ്ഥാനങ്ങൾ. അപ്പോൾ ബീഹാറിലും ഒറീസയിലൊക്കെ ആയിട്ടാണ് ഈ മഗധ വ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് ചിത്രത്തിൽ നിന്ന് കാണാം. മഗധയുടെ സ്ഥാനം എന്ന് പറയുന്നത് ബീഹാർ ഒറീസ ഭാഗത്താണ്. അപ്പം ബീഹാറിലെ രാജ്ഗീർ, പിന്നെ പാറ്റ്ന, അതാണ് രാജഗൃഹ, പാടലിപുത്ര. അത് രണ്ടുമായിരുന്നു തലസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. മഗധയിലെ പ്രധാന ഭരണാധികാരികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ബിംബിസാരൻ, അജാതശത്രു, മഹാപത്മനന്ദൻ, ധനനന്ദൻ. ബിംബിസാരൻ, അജാതശത്രു, മഹാപത്മനന്ദൻ, ധനനന്ദൻ. മഹാപത്മനന്ദൻ, ധനനന്ദൻ. ബിംബിസാരൻ, അജാതശത്രു, മഹാപത്മനന്ദൻ, ധനനന്ദൻ. മൗര്യ സാമ്രാജ്യം, മൗര്യരാജ്യം. BCE 321 മഗധയിലെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയുടെ ഭരണം പിടിച്ചെടുത്തു. അപ്പോൾ ധനനന്ദനായിരുന്നു മഗധയിലെ അവസാനത്തെ ഭരണാധികാരി. ധനനന്ദനായിരുന്നു. ഈ ധനനന്ദനെ പരാജയപ്പെടുത്തി ആരാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്? ചന്ദ്രഗുപ്ത മൗര്യനാണ് സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അതാണ് മൗര്യരാജ്യം എന്ന് പറയുന്നത്. മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് മൗര്യരാജ്യം സ്ഥാപിച്ചതാരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. മഗധയെ വിശാലമായ മൗര്യരാജ്യമാക്കി മാറ്റാനും മികച്ചൊരു ഭരണ സംവിധാനം രൂപപ്പെടുത്താനും ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്ന കൗഡില്യൻ അഥവാ ചാണക്യനാണ്. അപ്പോൾ കൗഡില്യൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മൗര്യരാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മൗര്യരാജ്യം സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ, അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്നു കൗഡില്യൻ, ചാണക്യൻ. ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. കൗഡില്യൻ, ചാണക്യൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്നു. മൗര്യരാജ്യത്തിലെ മികച്ച ഭരണാധികാരിയായിരുന്ന അശോകൻ കാശ്മീരും കലിംഗവും, അതായത് കലിംഗ എന്നറിയപ്പെടുന്നത് ഇന്നത്തെ ഒഡീഷയുടെ കടലോര പ്രദേശമാണ്. ഒഡീഷയുടെ കടലോര പ്രദേശമാണ് കലിംഗ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കാശ്മീരും കലിംഗവും കീഴടക്കി രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. അതാരാണ് ചെയ്തത്? അശോകനാണ്. അശോകനും മൗര്യ സാമ്രാജ്യ ഭരണാധികാരിയായിരുന്നു. മൗര്യ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന അശോകൻ കാശ്മീരും കലിംഗവും പിടിച്ചടക്കി വിസ്തൃതി വർദ്ധിപ്പിച്ചു. ഇനി മൗര്യ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതിയാണ്. ആദ്യം മഗധയായിരുന്നു. മഗധ ഏകദേശം ഇത്രയും ഭാഗമായിരുന്നു. അത് മാറിയിട്ട് കാശ്മീരും ഇവിടുന്ന് കലിംഗയും പിടിച്ചെടുത്ത് കുറച്ചുകൂടി ഈ മൗര്യ സാമ്രാജ്യം വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം.
മൗര്യ രാജ്യത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ നിന്നാണ്. അർത്ഥശാസ്ത്രം രചിച്ചത് ആരാണ്? കൗടില്യനാണ്. അർത്ഥശാസ്ത്രം രചിച്ചത് കൗടില്യനാണ്. കൗടില്യൻ ആരായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്നു. രാജാവ് ഭരണം നടത്തേണ്ടതും രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതും എങ്ങനെയാണെന്ന് ഈ കൃതിയിൽ വിവരിക്കുന്നുണ്ട്. രാജ്യത്തെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട വിധം, നികുതി ഈടാക്കൽ എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായ വിവരങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണിത്. എന്തിനെക്കുറിച്ചൊക്കെയാണ്? രാജ്യത്തെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ട വിധം, പിന്നെ നികുതി ഈടാക്കേണ്ടത് എങ്ങനെ, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ് എന്ത്? കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം. അപ്പം അത് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള പുസ്തകമാണ്. അർത്ഥശാസ്ത്രം ഏത് രാജ്യത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്? മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ കുറച്ച് ദർശനങ്ങളാണ്. പ്രാചീന ഇന്ത്യയിലെ ദർശനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്തെല്ലാം ദർശനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? ജൈനമതം ഫോം ചെയ്തിരുന്നു. BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ദർശനമാണ്. BCE 6-ാം നൂറ്റാണ്ടിലാണ്. 6-ാം നൂറ്റാണ്ടിൽ ജൈനമതം. 6-ാം നൂറ്റാണ്ടിലാണ് ജൈനമതം. വർത്തമാന മഹാവീരനാണ് ജൈനമത പ്രചരിപ്പിച്ചത്. വർത്തമാന മഹാവീരൻ ജൈനമതത്തിലെ 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർത്തമാന മഹാവീരൻ. എത്രാമത്തെ ആയിരുന്നു? 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർത്തമാന മഹാവീരൻ. ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്ന അർത്ഥം വരുന്ന ജിനൻ എന്നും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ജിനൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? വർത്തമാന മഹാവീരനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്നാണ്. ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്ന അർത്ഥം വരുന്ന ജൈനൻ, ജൈനമതം, വർത്തമാന മഹാവീരൻ, 24-ാമത്തെ തീർത്ഥങ്കരൻ. എന്തൊക്കെയാണ് പറയാം? ജൈനമത ആശയങ്ങൾ. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജൈനമത ആശയമാണ്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. അഹിംസയാണ് പറയുന്നത്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. കളവ് പറയരുത്, മോഷ്ടിക്കരുത്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. അതായത് ത്രിരത്നങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ത്രിരത്നങ്ങൾ ഏതൊക്കെയാണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവയാണ്. ഇതാണ് ജൈനമത ആശയങ്ങൾ. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, കളവ് പറയരുത്, മോഷ്ടിക്കരുത്. പിന്നെ ത്രിരത്നങ്ങൾ: വിശ്വാസം, അറിവ്, പ്രവൃത്തി. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഇതാണ് ജൈനമതാശയങ്ങൾ. ത്രിരത്നങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ത്രിരത്നങ്ങൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് തീർത്ഥങ്കരർ. എന്താണ് തീർത്ഥങ്കരർ? അപ്പോൾ 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു ആര്? വർത്തമാന മഹാവീരൻ. എന്താണ് തീർത്ഥങ്കരൻ? സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് തീർത്ഥങ്കരൻ എന്ന വാക്കിൻ്റെ അർത്ഥം. സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ. ജൈനമത വിശ്വാസ പ്രകാരം 24 തീർത്ഥങ്കരന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തീർത്ഥങ്കരനിൽ 24 തീർത്ഥങ്കരന്മാരാണ്. 24-ാമത്തെയാണ് വർത്തമാന മഹാവീരൻ. വർത്തമാന മഹാവീരനാണ് കൂടുതൽ ജൈനമതം പ്രചരിപ്പിച്ചത്. അടുത്ത വന്ന ദർശനമായിരുന്നു ബുദ്ധമതം. പ്രാചീന ഇന്ത്യയിൽ രൂപം കൊണ്ട മറ്റൊരു ദർശനമായിരുന്നു ബുദ്ധമതം. ഗൗതമ ബുദ്ധനാണ് ബുദ്ധമതം സ്ഥാപിച്ചത്. സ്ഥാപകൻ ആരാണ്? ഗൗതമ ബുദ്ധൻ. സിദ്ധാർത്ഥൻ എന്നായിരുന്നു യഥാർത്ഥ പേര്. ഗൗതമ ബുദ്ധൻ സിദ്ധാർത്ഥൻ. ബീഹാറിലെ ബോധ്ഗയയിൽ വെച്ച് ജ്ഞാനോദയം നേടിയ അദ്ദേഹം ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെട്ടു. എവിടെ വെച്ചാണ്? ബീഹാറിലെ ബോധ്ഗയയിൽ വെച്ചാണ് ജ്ഞാനോദയം നേടി ഗൗതമ ബുദ്ധൻ എന്ന സിദ്ധാർത്ഥൻ അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ് ബുദ്ധമതാശയങ്ങൾ? ഹിംസിക്കാതിരിക്കുക, അഹിംസ. കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. സിമ്പിൾ. ഹിംസിക്കാതിരിക്കുക, കളവ് പറയരുത്, സത്യസന്ധത പുലർത്തുക. അത് തന്നെയല്ലേ കളവ് പറയരുത്? കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ബുദ്ധമതാശയമാണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തീരുകയാണ്. ഒരു ദർശനം കൂടെ ഉണ്ട്, ചർവാക ദർശനം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ദർശനമായിരുന്നു ചാർവാക ദർശനം. ഈ ദർശനം ലോകായത എന്നും അറിയപ്പെടുന്നു. ലോകായത ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കേട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇനി വരുന്ന എക്സാമിനൊക്കെ പ്രതീക്ഷിക്കാം. ലോകായത എന്താണ്? ചാർവാക ദർശനമാണ് ലോകായത. വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്ന തത്വത്തിനായിരുന്നു ചാർവാക ദർശനം പ്രാധാന്യം നൽകിയിരുന്നത്. വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്ന തത്വത്തിനാണ് ചാർവാക ദർശനം പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പോൾ നമ്മുടെ പാഠം തീർന്നു. ഇതൊരു കൺക്ലൂഷൻ പോലെ, അതിലൊന്നും പഠിക്കാനില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ വായിച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. ഒരു പോയിൻ്റെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
നിങ്ങളത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്